السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أفضل المرسلين وعلى آله وصحبه أجمعين. لقد من الله على المؤمنين إذ بعث فيهم رسولا من أنفسهم يتلو عليهم آياته ويزكيهم ويعلمهم الكتاب والحكمة وإن كانوا من قبل لفي ضلال مبين. ബഹുമാനമുള്ള പണ്ഡിതന്മാരെ, സാദാത്യങ്ങളെ, സഹോദര സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്ന സജ്ജനങ്ങൾ ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. അവരുടെ മഹബ്ബത്ത് അല്ലാഹു നമുക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. ഹുബ്ബുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലെങ്കിൽ ഹുബ്ബുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കൽ, ഇഷ്ടപ്പെടൽ, ഇതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. ആമുഖങ്ങൾ നീട്ടിക്കൊണ്ടുപോവാതെ ഏതാനും ചില കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. നേരത്തെ ഞാൻ ഓതിക്കേൾപ്പിച്ച ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അറിയിക്കുന്നത് ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം യത്ലു അലൈഹിം ആയാതി. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളുടെ മേൽ അവൻ ചെയ്തു കൊടുത്ത നിഅമത്തിനെ, മിന്നത്തിനെ എടുത്തു പറയുകയാണ്. അല്ലാഹു മുഅ്മിനീങ്ങൾക്ക് ചെയ്തു കൊടുത്ത ഒരു പ്രത്യേക നിഅമത്തിനെ, വലിയ ഒരു അനുഗ്രഹത്തെ അല്ലാഹു എടുത്തു പറഞ്ഞുകൊണ്ട് ഓർമ്മിപ്പിക്കുകയാണ്. അത് ഓർമ്മിപ്പിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അതർഹിക്കുന്ന വിധത്തിൽ ആ നിഅമത്തിനെ മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ആ നിഅമത്തിന്റെ മഹത്വവും അതർഹിക്കുന്ന ബഹുമാനവും ശരിക്കും ഉൾക്കൊള്ളേണ്ടതുണ്ടെന്നും അതർഹിക്കുന്ന വിധത്തിൽ ആ നിഅമത്തിന് ശുക്ർ ചെയ്യണമെന്നും അല്ലാഹു നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്, പഠിപ്പിക്കുകയാണല്ലോ നിഅമത്തുകളെ ഓർമ്മിപ്പിക്കുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു തആല വലിയ നിഅമത്ത് ചെയ്തിരിക്കുന്നു, വലിയ അനുഗ്രഹം ചെയ്തിരിക്കുന്നു. ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം, അവർക്കിടയിൽ നിന്ന് തന്നെ അവരിലേക്ക് ഒരു പ്രവാചകനെ അല്ലാഹു നിയോഗിച്ചത് വഴി, അവർക്കിടയിൽ നിന്ന് അവരിലേക്ക് ഒരു പ്രവാചകനെ നിയോഗിക്കുക വഴി അല്ലാഹു തആല വലിയ നിഅമത്താണ് നമുക്ക് ചെയ്തു തന്നത് എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. നിഅമത്തിനെ കുറിച്ച് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് അതിന്റെ മഹത്വം ശരിക്കും മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഏത് നിഅമത്തിനെയും നമ്മെ ഓർമ്മിപ്പിക്കുന്നതിന്റെ ആവശ്യം അതാണ്. അത് ശരിക്ക് തിരിച്ചറിയണം, അതിന്റെ മഹത്വം ശരിക്കും ഉൾക്കൊള്ളണം, അതർഹിക്കുന്ന വിധത്തിൽ അതിനെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ഉൾക്കൊള്ളുകയും സ്വീകരിക്കുകയും ചെയ്യണം. ആ നിഅമത്തിന് അർഹിക്കുന്ന വിധത്തിൽ കഴിയുന്ന രൂപത്തിലൊക്കെ ശുക്ർ ചെയ്യുകയും വേണം എന്നാണ് അതിന്റെ അർത്ഥം. ഈ ശുക്ർ ചെയ്യുമ്പോഴാണ്, ഏത് നിഅമത്തിനും ശുക്ർ ചെയ്യുമ്പോഴാണ് അല്ലാഹു തആല അതിൽ ബറക്കത്ത് നൽകുന്നത്. നിഅമത്തിന് അല്ലാഹു ചെയ്തു തന്ന നിഅമത്തുകൾക്ക് നമ്മുടെ പക്കൽ നിന്ന് ശുക്ർ ഉണ്ടാകുമ്പോൾ ലഅസീദന്നക്കും, അതിൽ വർദ്ധനവ് നൽകും, അഥവാ അതിൽ ബറക്കത്തുണ്ടാകും. ആ നിഅമത്തിനെ നാം അവഗണിച്ചാൽ അല്ലെങ്കിൽ അവമതിച്ചാൽ അല്ലെങ്കിൽ അതർഹിക്കുന്ന വിധത്തിലുള്ള ശുക്ർ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായില്ലെങ്കിൽ അത് പിന്നെ ഏതാവില്ല, നിഅമത്തല്ല, അല്ലെങ്കിൽ അത് ബറക്കത്തായി മാറുകയില്ല. നിഅമത്ത് എന്ത് വസ്തുവാണെങ്കിലും, അത് ഭൗതികമാവട്ടെ അല്ലാത്തതാവട്ടെ, നമുക്ക് എന്തെങ്കിലും ഒരു നിഅമത്ത് അല്ലാഹു തന്നാൽ അതിനെ നാം മനസ്സിലാക്കി ശുക്ർ ചെയ്യുന്ന സ്വഭാവം ഉണ്ടായാൽ അതിൽ ബറക്കത്തുണ്ടായിരിക്കും. അഥവാ എന്താണോ ആ വസ്തു, ആ കാര്യം, അതുകൊണ്ട് എന്ത് ഉദ്ദേശിക്കപ്പെടുന്നോ അത് കൃത്യമായി ഭംഗിയായി അതുകൊണ്ട് നിറവേറ്റാൻ കഴിയും. അത് തന്നെ ബർക്കത്ത് എന്ന് പറഞ്ഞാൽ. കുറെ ഉണ്ടാവുക എന്നല്ല, കുറെ ഉണ്ടാവുക എന്നത് ബർക്കത്തല്ല. അത് ചിലപ്പോൾ ബർക്കത്താവാം, അല്ലാതിരിക്കാം. കുറെ ഉണ്ടാവുക എന്നത് ബർക്കത്തിന് നിർബന്ധമല്ല. ഉള്ളത് ആ വസ്തു ആ കാര്യം എന്തിനു വേണ്ടി ഉള്ളതാണോ, അത് എത്രയാണോ ഉള്ളത് അത് അതിന് ഉപകരിക്കുക എന്നതാണ് അതിൽ ബർക്കത്ത് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അർത്ഥം. അതുകൊണ്ട്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന ഏറ്റവും വലിയ നിഅമത്ത്, ഇത് നമുക്ക് നൽകി അതർഹിക്കുന്ന വിധത്തിൽ അതിനെ മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ആദരിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ആ നിഅമത്തിനെ വളരെയേറെ ബഹുമാന ആദരവോടുകൂടെ സ്വീകരിക്കേണ്ടതുണ്ട്. അള്ളാഹു അത് എടുത്തു പറയുകയാണല്ലോ, ഞാൻ നിങ്ങൾക്ക് ചെയ്തു തന്നില്ലേ, ഇത്ര വലിയൊരു നിഅമത്ത് ഞാൻ നിങ്ങൾക്ക് ചെയ്തു തന്നില്ലേ എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുമ്പോ ആ നിഅമത്തിന്റെ വലുപ്പം എത്രയാണ്? അള്ളാഹു അത്രയും എടുത്തു പറയണമെങ്കിൽ ആ നിഅമത്തിന്റെ മഹത്വം എത്രയായിരിക്കണം? ഈ ദുനിയാവ് മൊത്തം അള്ളാഹുവിന്റെ മുന്നിൽ, അള്ളാഹുവിന്റെ പരിഗണനയിൽ ഒരു കൊതുകിന്റെ ചിറകുനോളം പോലും വരില്ല. ഒരു കൊതുകിന്റെ ചിറകിനോളം പോലും ഈ ദുനിയാവ് മൊത്തം അള്ളാഹുവിന്റെ പരിഗണനയിൽ വരില്ല. ആ അള്ളാഹുവാണ് ഇത്ര വലിയ നിഅമത്ത് ഞാൻ നിങ്ങൾക്ക് ചെയ്തു തന്നില്ലേ എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അപ്പോ ആ നിഅമത്തിന്റെ വലുപ്പം എത്രയായിരിക്കും? അത് എങ്ങനെ നാം അതിനെ ഉൾക്കൊള്ളണം, എങ്ങനെ നാം മനസ്സിലാക്കണം, എങ്ങനെ അതിനെ നാം അംഗീകരിക്കണം? അപ്പോൾ ആ നിഅമത്തിന് പകരമായി എങ്ങനെ നാം ശുക്ർ ചെയ്യും, എങ്ങനെ ചെയ്യണം, അതൊക്കെ നാം അവിടെ ആലോചിക്കേണ്ട കാര്യങ്ങളാണ്. അതൊക്കെ നമ്മൾ ആലോചിക്കേണ്ട കാര്യങ്ങളാണ്. ആ നിഅമത്തിനെ വേണ്ട വിധത്തിൽ ഉൾക്കൊണ്ട് അതിനെ നമ്മാൽ കഴിയുന്ന വിധത്തിൽ ശുക്ർ ചെയ്യുമ്പോഴാണ് ആ നിഅമത്തിലും അള്ളാഹു നമുക്ക് ബർക്കത്ത് ചെയ്യുന്നത്. അതില്ലാതെ പോകുമ്പോൾ അള്ളാഹു ചെയ്തു തന്ന അത്രയും വലിയ നിഅമത്തിനെ നാം ശുക്ർ ചെയ്യുന്നതിൽ വീഴ്ച വരുത്തുകയോ അതിനെ അവമതിക്കുകയോ ചെയ്യുന്ന സ്വഭാവം നമ്മിൽ കണ്ടുവന്നാൽ അല്ലെങ്കിൽ നമ്മിൽ ഉണ്ടായാൽ ആ നിഅമത്തിന്റെ ഗുണഫലങ്ങൾ അള്ളാഹു നമ്മിൽ നിന്ന് ഊരിക്കളയും. ഇതാണ് ഉമ്മത്തിന് ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ മാരകമായ അസുഖവും. അള്ളാഹു കാക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന നിഅമത്തിന് അത് ഏറ്റവും വലിയ നിഅമത്താണ്. അതിനെ നാം ഏറ്റവും ബഹുമാന ആദരവോടുകൂടെ സ്വീകരിക്കേണ്ടതുണ്ട്. ഏറ്റവും വലിയ ബഹുമാന ആദരവോടുകൂടെ അതിനെ ഉൾക്കൊള്ളേണ്ടതുണ്ട്. അതിനെ ഏറ്റവും കൂടുതൽ നാം സ്നേഹിക്കേണ്ടതുണ്ട്. അള്ളാഹു ചെയ്തു തന്ന ഏറ്റവും വലിയ നിഅമത്താണ് എന്ന നിലക്ക് അതിനെ നാം സ്വീകരിക്കേണ്ടതുണ്ട്. ഈ സ്വീകരിച്ചുകൊണ്ട് ആ നിഅമത്തിനെ ഏറ്റവും വലിയ സ്നേഹ ബഹുമാന ആദരവോടുകൂടി മനസ്സിൽ സ്വീകരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന ആ നിഅമത്തിനെ ഏറ്റവും കൂടുതൽ ബഹുമാന ആദരവോടുകൂടി സ്നേഹത്തോടുകൂടി സ്വീകരിക്കണം. അങ്ങനെ മനസ്സിൽ അത് സ്വീകരിച്ചതിന്റെ ശേഷമാണ് പിന്നെ അതിലുള്ള വിശ്വാസം തന്നെ മുളച്ചു പൊന്തേണ്ടത്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്ത് അല്ലെങ്കിൽ അള്ളാഹുവിനോടുള്ള മഹബ്ബത്തിൽ നിന്നാണ് ഈമാൻ മുളച്ചു പൊന്തുന്നത്. മഹബ്ബത്തിൽ നിന്നായിരിക്കണം ഈമാൻ മുളച്ചു പൊന്തുന്നത്. മഹബ്ബത്ത് മനസ്സിൽ സ്ഥാനം പിടിക്കുകയും പിന്നെ അതിൽ നിന്ന് ഈമാനാകുന്ന ചെടി മുളച്ചു പൊന്തുകയും ചെയ്യേണ്ടതുണ്ട്. അത് നിർബന്ധമായും ഉണ്ടായിരിക്കണം. മഹബ്ബത്ത് മനസ്സിൽ സ്ഥാനം പിടിക്കാതെ പിന്നെ ഈമാൻ പുറമേ നാവുകൊണ്ട് പറയുന്നത് സ്വീകരിക്കപ്പെടുകയില്ല. ഈമാൻ സ്വീകരിക്കപ്പെടണമെങ്കിൽ ആദ്യം മനസ്സിൽ മഹബ്ബത്ത് സ്ഥാനം പിടിച്ചിരിക്കണം. അങ്ങനെ മഹബ്ബത്ത് മനസ്സിൽ സ്ഥാനം പിടിച്ചാൽ പിന്നെ അത് വിശ്വാസമായി, പിന്നെ വിശ്വാസമുണ്ടായിത്തീരുന്നു. ഇതാണ് ഈമാൻ. അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടുമുള്ള മഹബ്ബത്ത് നമ്മുടെ മനസ്സിൽ ആദ്യം സ്ഥാനം പിടിക്കുകയും അതിൽ നിന്ന് ആ യഥാർത്ഥത്തിൽ അവരിലുള്ള വിശ്വാസം ഈമാൻ മുളച്ചു പൊന്തുകയും ചെയ്യണം. അങ്ങനെ ഈമാൻ മുളച്ചു പൊന്തിയാൽ അതിനെ തുടർന്നുകൊണ്ട് മഹബ്ബത്തിനെ തുടർന്നുകൊണ്ടുണ്ടായ വിശ്വാസത്തെ തുടർന്നുകൊണ്ടാണ് ഏത് വരുന്നത്? ത്വാഅത്ത്, അനുസരിക്കൽ, പിൻപറ്റൽ എന്നതൊക്കെ ഉണ്ടായിത്തീരുന്നത്. അപ്പോ യഥാർത്ഥത്തിൽ ഈമാനിന്റെയും അനുസരണയുടെയും ത്വാഅത്തിന്റെയും ഒക്കെ അടിത്തറ അല്ലെങ്കിൽ അടിവേര് എന്ന് പറയുന്നത് സത്യത്തിൽ മഹബ്ബത്താണ്. മഹബ്ബത്തിൽ നിന്നാണ് ഈമാൻ, മഹബ്ബത്തിൽ നിന്നാണ് ത്വാഅത്ത് വരുന്നത്. അതല്ലാതെ മനസ്സിൽ സ്നേഹമില്ലാതെ, മനസ്സിൽ ആ നിഅമത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അർഹമായ സ്നേഹ ബഹുമാന ആദരവ് മനസ്സിൽ ഇല്ലാതെ പുറമേ നാവുകൊണ്ട് മാത്രം മഹബ്ബത്ത് പറയുന്നുവെങ്കിൽ, അല്ലെങ്കിൽ പുറമേ മാത്രം ഈമാന് പറയുന്നു, ബാഹ്യ അവയവങ്ങളെ കൊണ്ട് അനുസരണ അഭിനയിക്കുന്നു, ഇതൊക്കെ യഥാർത്ഥത്തിൽ കാപട്യമാണ്. ഇതൊക്കെ ഈമാനല്ല. ഇതിന്റെ പേര് ത്വാഅത്ത് ഒന്നുമല്ല. മനസ്സിൽ സ്നേഹമില്ലാത്ത ഒരുത്തന്റെ മനസ്സിൽ നിന്ന് ഈമാൻ ഉണ്ടാവുകയില്ല. തീർച്ച. സ്നേഹിക്കാത്ത ഒന്നിനെന്ത് ചെയ്യില്ല? ഉറപ്പാ
അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്തില്ലാതെ അവിടെ ഈമാൻ മുളച്ചു പൊന്തുകയില്ല. സഹാബത്തിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഈ അവസ്ഥകൾ സഹാബത്തിന്റെ ചരിത്രത്തിലൊക്കെയും കാണാൻ കഴിയും. ബഹുമാനപ്പെട്ട അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള മഹാന്മാരായ പല സഹാബിമാരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അതിയേറെ വളരെ അധികം വെറുത്ത ആളുകളായിരുന്നു. ശത്രുതയും വെറുപ്പും കൊണ്ട് നടന്ന ആളുകളായിരുന്നു. ആ ആളുകളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഹിദായത്ത് നൽകാൻ ഉദ്ദേശിച്ചു. അതിലേക്ക് പല കാരണങ്ങളിലൂടെ അവരെ കൊണ്ടെത്തിച്ചു. ആ സംഭവം വിവരിക്കുമ്പോൾ അവർ പറയും, അതുവരെ ഉണ്ടായിരുന്ന എന്റെ വെറുപ്പ് നേരെ തിരിച്ചു മഹബ്ബത്തായി മാറി. എത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള വെറുപ്പ് എന്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നോ അത് നേരെ അതിനേക്കാൾ 10 മടങ്ങ് മഹബ്ബത്തായി മാറുകയും ചെയ്തു. അവരുടെ ഈമാനിനെ സംബന്ധിച്ച് അവർ വിശ്വസിച്ച ആ രംഗത്തെ അവർ വിവരിക്കുമ്പോൾ ഇക്കാര്യം പറഞ്ഞത് ഒന്നിലധികം സഹാബിമാര് ഇത് വിശദീകരിച്ചത് കാണാൻ പറ്റും. ഏതെങ്കിലും ആവട്ടെ, ഇതില്ലാതെ പുറമെ ചില ആളുകൾ വലിയ വിശ്വാസം പറയുന്നവരായിരിക്കും, മഹബ്ബത്ത് അവരുടെ ഹൃദയത്തിലില്ല. പുറമേ ചില ആളുകൾ വലിയ അനുസരണയുടെയും ഖുർആൻ സുന്നത്ത് മുറുകെ പിടിക്കലിന്റെയും ഒക്കെ ആളുകളായിരിക്കും. പക്ഷെ യഥാർത്ഥത്തിൽ അവരുടെ മനസ്സിൽ ആ മഹബ്ബത്തില്ലാതെ പുറമേ ഈ കാണിച്ചു കൂട്ടുന്നതൊക്കെയും കാപഢ്യമാണ്, ഈമാനല്ല, അത് മറ്റതും അതൊക്കെ വെറും അഭിനയങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് ഈ മഹബ്ബത്ത് എന്നത് എന്നാൽ എന്താണ് ഈ മഹബ്ബത്ത്? അത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. ഇവിടെ ആണ് തെറ്റിദ്ധരിപ്പിക്കലുകളും തെറ്റിദ്ധാരണകളും ഒക്കെ ധാരാളം പലർക്കും സംഭവിച്ചിട്ടുള്ളത്. എന്താണ് മഹബ്ബത്ത് എന്ന് പറഞ്ഞാൽ ഇത് പണ്ഡിതന്മാർ വളരെ കൃത്യമായി വിശദീകരിച്ചു തന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം അബൂ സഊദ് ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി എന്ന ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് പറഞ്ഞു, അൽ മഹബ്ബത്തു മൈലുൻ നഫ്സി ഇല ശൈഇ ലികമാലിൻ അദ്റക്തഹു ഫീഹി ബിഹൈസു യഹ്മിലുഹാ അലാ മാ യുഖർരിബുഹാ ഇലൈഹി. മഹബ്ബത്ത്, സ്നേഹം എന്ന് പറഞ്ഞാൽ ഹൃദയം ഒന്നിലേക്ക്, ഒരു വസ്തുവിലേക്കോ ഒരു വ്യക്തിയിലേക്കോ ഹൃദയം അടുക്കുക, ചാഞ്ഞു നിൽക്കുക, ഹൃദയത്തിന്റെ ഒരു ബന്ധവും അടുപ്പവും ആണ് മഹബ്ബത്ത്. മഹബ്ബത്ത് എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ഹൃദയത്തിന്റെ ഒരു ബന്ധം, ഏതെങ്കിലും ഒരു വസ്തുവിലേക്കോ വ്യക്തിയിലേക്കോ ഹൃദയം അങ്ങോട്ട് ചായഞ്ഞു, അടുത്തു, ഇതാണ് മഹബ്ബത്ത്. ഇതെങ്ങനെ ഉണ്ടാകും? ഈ ഹൃദയത്തിന്റെ ഈ ഒരു ബന്ധം എങ്ങനെ ഉണ്ടാകും? ലികമാലിൻ അദ്റക്തഹു ഫീഹി, ആ വസ്തുവിൽ, ഏത് വസ്തുവിനെയാണോ സ്നേഹിക്കുന്നത്, അതല്ലെങ്കിൽ ആ വ്യക്തിയിൽ നീ കണ്ടെത്തുന്ന ഒരു ഗുണമേന്മകൾ, ആ വസ്തുവിൽ അല്ലെങ്കിൽ ആ വ്യക്തിയിൽ നീ മനസ്സിലാക്കുന്ന പ്രത്യേകമായ ചില ഗുണമേന്മകൾ, നന്മകൾ, അവക്ക് വേണ്ടി അവ ആ വ്യക്തിയിൽ അല്ലെങ്കിൽ ആ വസ്തുവിൽ ഉണ്ടായതിന്റെ പേരിൽ അതിനോടൊരു മാനസിക ബന്ധം, അടുപ്പം, സ്നേഹം, ബന്ധം ഉണ്ടാവുന്നു. ഈ ബന്ധത്തെയാണ് എന്തിനു പറയാ? ഈ ബന്ധത്തെ സംബന്ധിച്ചാണ് മഹബ്ബത്ത് എന്ന് പറയുന്നത്. ഈ വിഷയം മഹാന്മാരായ പല പണ്ഡിതന്മാരും വളരെ കൃത്യമായി വിശദീകരിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ മഹബ്ബത്തിന്റെ പരമാർത്ഥത്തിലുള്ള ഉടമസ്ഥൻ അല്ലാഹു മാത്രമാണ്. വളരെ കൃത്യമായി മനസ്സിലാക്കണം. മഹബ്ബത്തിന്റെ പരമാർത്ഥത്തിലുള്ള ഉടമസ്ഥൻ, അർഹതയുള്ളവൻ അല്ലാഹു മാത്രമാണ്. അല്ലാഹു അല്ലാതെ മറ്റ് ആരെ എന്തിനെ നാം മഹബ്ബത്ത് ചെയ്യുന്നുണ്ടെങ്കിലും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആണെങ്കിലും, അല്ലാഹു അല്ലാത്ത ആരെ മഹബ്ബത്ത് ചെയ്യുന്നതും അല്ലാഹുവിന് വേണ്ടിയാണ്. അതുകൊണ്ട് പരമമായ അർത്ഥത്തിൽ, കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, മഹബ്ബത്ത് എന്ന് പറഞ്ഞാൽ ഹൃദയത്തിന്റെ ഒരു പ്രത്യേക ബന്ധമാണ്, ഒരു വസ്തുവോട് അല്ലെങ്കിൽ ഒരു വ്യക്തിയോട് ഉണ്ടാകുന്ന ബന്ധം. ആ ബന്ധം ഉണ്ടാവാനുള്ള കാരണം ലികമാലിൻ അദ്റക്തഹു ഫീഹി, ഏത് വസ്തുവെ അല്ലെങ്കിൽ വ്യക്തിയെ ആണോ സ്നേഹിക്കുന്നത് അതിൽ എന്തോ ഒരു പ്രത്യേകമായ ചില ഗുണങ്ങൾ, പരിപൂർണതകൾ, മേന്മകൾ മനസ്സിലാക്കിയപ്പോൾ അതിനോടൊരു മനസ്സിന്റെ അടുപ്പം, ആ വസ്തുവോട് അല്ലെങ്കിൽ ആ വ്യക്തിയോടൊരു അടുപ്പം. എന്നാൽ പരിപൂർണതകൾ, ഗുണമേന്മകൾ എന്നത് പരമാർത്ഥത്തിൽ ആർക്ക് മാത്രമുള്ളതാണ്? അല്ലാഹുവിന് മാത്രമുള്ളതാണ്. എല്ലാ അർത്ഥത്തിലും അല്ലാഹു പരിശുദ്ധനാണ്, പരമപരിശുദ്ധനാണ്. യാതൊരു കുറവുകളും യാതൊരു പോരായ്മകളും അല്ലാഹുവിന് ഇല്ല.
ഇത് സ്വയം നിലയിൽ എല്ലാ അർത്ഥത്തിലും പൂർണ്ണമായി അതുള്ളവനും അതിനെ അർഹിക്കുന്നവനും അള്ളാഹു മാത്രമാണ്. ബാക്കി ആർക്ക് എന്തൊക്കെ ഗുണങ്ങളും മേന്മകളും പരിശുദ്ധിയും ഉണ്ടോ അതൊക്കെയും അള്ളാഹു അവർക്ക് നൽകിയതാണ്. അപ്പൊ അതിന്റെയും അവർക്കൊക്കെ ഉള്ള അള്ളാഹു അല്ലാത്ത ആരിൽ തന്നെ എന്തൊക്കെ ഗുണമേന്മകൾ ഉണ്ടെങ്കിലും അതൊക്കെ യഥാർത്ഥത്തിൽ അള്ളാഹു നൽകിയതായതുകൊണ്ട് തന്നെ അതിന്റെ ഒക്കെ യഥാർത്ഥ ഉടമസ്ഥനും അള്ളാഹു തന്നെയാണ്. അപ്പോ ലോകത്ത് എന്തൊക്കെ പരിപൂർണതകളും ഗുണങ്ങളും മേന്മകളും നന്മകളും ആയിട്ടുണ്ടോ അതൊക്കെ പരമമായ അതിന്റെ ഉടമസ്ഥനും പരമമായി അതുകൊണ്ട് അതെല്ലാം സ്വയം നിലയിൽ ഉള്ളവനും ആരാണ്? അള്ളാഹു മാത്രമാണ്. അതുകൊണ്ട് അതിനെ അവലംബിച്ചുകൊണ്ടാണ്, ഈ പരിപൂർണതകളെ അവലംബിച്ചുകൊണ്ടാണ് മഹബ്ബത്ത് നിലകൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ മഹബ്ബത്തിന്റെ പരമമായ അർത്ഥത്തിലുള്ള അർഹത അള്ളാഹുവിന് മാത്രം ആണ്. ഇത് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു യഹ്യായിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട്. ഫഇന്നൽ മഹബ്ബത ലില്ലാഹി ഹിയൽ ഗായത്തുൽ ഖുസ്വാ മിനൽ മഖാമാത്ത് വൽ ഉൽയാ മിനദ് ദറജാത്ത്. ഏറ്റവും ഉന്നത നിലവാരത്തിൽ നിൽക്കുന്ന സ്ഥാനവും ബഹുമാന ആദരവിലെത്തുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോടുള്ള പരമമായ മഹബ്ബത്തുണ്ടാവലാണ്. പരമമായ മഹബ്ബത്ത് അള്ളാഹുവിനോടുണ്ടാവലാണ്. അതെന്താണ് അതിന്റെ യഥാർത്ഥം എന്ന് വെച്ചാൽ ആ മഹബ്ബത്തിനെ യഥാർത്ഥത്തിൽ പൂർണ്ണാർത്ഥത്തിൽ അർഹതപ്പെടുത്തുന്നവൻ അള്ളാഹു മാത്രമാണ്. അതുകൊണ്ട് തന്നെ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലെങ്കിൽ പരിശുദ്ധ ഖുർആനിനെ, അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്തിനെ, അവിടുത്തെ കുടുംബത്തെ, മഹാന്മാരെ, അള്ളാഹുവിന്റെ ഗേഹമായ പരിശുദ്ധ കഅബയെ, ദീനുൽ ഇസ്ലാമിനെ ഇങ്ങനെയൊക്കെ നാം സ്നേഹിക്കുന്നു. അല്ലെങ്കിൽ മാതാപിതാക്കളെ, മക്കളെ, ഭാര്യമാരെ, ഇങ്ങനെ അള്ളാഹു അല്ലാത്ത ആരെ നാം സ്നേഹിക്കുന്നുണ്ടെങ്കിലും അതൊക്കെ അള്ളാഹുവിന്റെ അനുമതി പ്രകാരവും അള്ളാഹുവിന് വേണ്ടിയും ഉള്ള മഹബ്ബത്താണ്. അള്ളാഹുവിന് വേണ്ടിയല്ലാതെ മറ്റാരെയും നാം ബഹുമാനിക്കുന്നില്ല, ആരെയും സ്നേഹിക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നാം സ്നേഹിക്കുന്നതോ അള്ളാഹുവിന്റെ റസൂലാണ്, അള്ളാഹുവിന്റെ പ്രവാചകനാണ്. അതുകൊണ്ട് അവരെ നാം സ്നേഹിച്ചു. അള്ളാഹുവിന്റെ പ്രവാചകനാണ്, അതുകൊണ്ട് നാം സ്നേഹിച്ചു. അപ്പോ സ്നേഹം ആർക്ക് തന്നെയാണ്? യഥാർത്ഥത്തിൽ അള്ളാഹുവിന് വേണ്ടിയുള്ളതാണ്. അതുകൊണ്ട് മഹബ്ബത്തിന്റെ പരമാർത്ഥത്തിലുള്ള ഉടമസ്ഥൻ അള്ളാഹുവാണ്. അള്ളാഹുവിന് വേണ്ടി അവന്റെ റസൂലിനെയും ബാക്കിയുള്ള സ്നേഹിക്കപ്പെടേണ്ടതിനെയും സ്നേഹിക്കപ്പെടേണ്ടവരെയും നാം സ്നേഹിക്കുന്നു. എന്നിട്ട് ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, യഅലം അന്നൽ ഉമ്മത മുജ്തമിഅത്തുൻ അലാ അന്നൽ ഹുബ്ബ ലില്ലാഹി തആല വലിറസൂലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫർദുൻ. ഉമ്മത്തിന്റെ ഇടയിൽ യാതൊരു തർക്കവും ഇല്ല. ഉമ്മത്തിന്റെ ഇടയിൽ ആർക്കും തർക്കമില്ലാത്തൊരു കാര്യമാണ് അള്ളാഹുവിനെ സ്നേഹിക്കുകയും അവന്റെ റസൂലിനെ സ്നേഹിക്കുകയും ചെയ്യുക എന്നത് ഫർദുൻ. അത് ഫർദാണ്, അത് ഫർദാണ്, നിർബന്ധമാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവും തർക്കവും ഇല്ല. അതായത് ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി ഇതിന്റെ തുടക്കത്തിൽ തന്നെ എടുത്തു പറയുന്നുണ്ട്, ചില ആളുകൾ മഹബ്ബത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ ത്വാഅത്ത് ചെയ്യുക, അള്ളാഹുവിനെ മഹബ്ബത്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവനെ ത്വാഅത്ത് ചെയ്യുക എന്നാണ് അതിന്റെ അർത്ഥം. അവനെ എപ്പോഴും അള്ളാഹുവിനെ അനുസരിക്കുന്നവരായി മാത്രം മാറുക എന്നാണ്. അതാണ് മഹബ്ബത്ത്. മഹബ്ബത്ത് എന്ന് പറയുന്ന ഒന്ന് വേറെയില്ല. മഹബ്ബത്ത് എന്ന് പറഞ്ഞാൽ തന്നെ അള്ളാഹുവിനെ അനുസരിക്കല് എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഒരാൾ അള്ളാഹുവിനെ മഹബ്ബത്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? മഹബ്ബത്ത് എന്ന വാക്കിന്റെ നേരെ അർത്ഥം തന്നെ ഏതാണ്? അള്ളാഹുവിനെ അനുസരിക്കല് എന്നാണ്. മഹബ്ബത്ത് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊന്നില്ല എന്ന് ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട്. ഇതിനെ റദ്ദ് ചെയ്തുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്, അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും സ്നേഹിക്കണമെന്ന കാര്യത്തിൽ ഉമ്മത്തിന്റെ ഇടയിൽ യാതൊരു തർക്കവും ഇല്ല. വകൈഫ യുഫ്റദു മാ ലാ വുജൂദ ലഹു. ഫർളാണ്, അക്കാര്യത്തിൽ ആർക്കും തർക്കമില്ല. എന്ത്? മഹബ്ബത്ത് ഫർളാണ്, അതിൽ തർക്കമില്ല. എങ്കിൽ പിന്നെ ഇല്ലാത്ത ഒന്നെങ്ങനെ ഫർളാവല്? മഹബ്ബത്ത് എന്ന് പറഞ്ഞിട്ടൊന്നും വേറല്ല. ആകുള്ളത് എന്താണ്? താഅത്ത്. അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങളൊക്കെ കൊണ്ടുവരണം, വിരോധിച്ചതൊക്കെ വർജിക്കുകയും വേണം. ഇതാണ് ത്വാഅത്ത്. ഇതാണുള്ളത്. അള്ളാഹുവിന്റെ കൽപ്പനകളൊക്കെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു, അള്ളാഹു വിരോധിച്ചതൊക്കെ വർജിക്കുകയും ചെയ്യുന്നു. ഇതാണ് മഹബ്ബത്ത് എന്ന് പറഞ്ഞാൽ. എന്നല്ലാതെ മഹബ്ബത്ത് എന്ന് പറഞ്ഞിട്ട് വേറെ ഒന്നില്ല എന്ന് പറയുമ്പോ വകൈഫ യുഫ്റദു മാ ലാ വുജൂദ ലഹു,
ഇല്ലാത്തൊന്നെങ്ങനെ പിന്നെ ഫർളായത്? മഹബത്ത് ഫർളാണ് എന്ന കാര്യത്തിൽ ഉമ്മത്തിന്റെ ഇടയിൽ ആർക്കും തർക്കമല്ല. എന്നാ പറഞ്ഞു വരുമ്പോ ഈ ആളുകൾ പറയുന്ന മഹബത്ത് കണ്ടൊന്നും വേറൊന്നില്ല, താഴത്തേ ഉള്ളൂ. അപ്പൊ ഇല്ലാത്തൊന്നെങ്ങനെ ഫർളാകുന്നു? അപ്പൊ ഉണ്ട്, ഫർളാണെന്ന് സമ്മതിക്കുന്നുവെങ്കിൽ ആ സാധനം ഉണ്ട്. വകൈഫ യുഫസ്സറുൽ ഹുബ്ബു ബിത്വാഅതി, ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി ചോദിക്കുകയാണ്, വകൈഫ യുഫസ്സറുൽ ഹുബ്ബു, സ്നേഹത്തെ മഹബത്തിനെ എങ്ങനെയാണ് വിശദീകരിക്കപ്പെടുന്നത്, വ്യാഖ്യാനിക്കപ്പെടുന്നത്? ബിത്വാഅതി, ത്വാഅത്ത് എന്നതുകൊണ്ട്. സ്നേഹം എന്ന് പറഞ്ഞാൽ ത്വാഅത്താണ്, സ്നേഹം എന്ന് പറഞ്ഞാൽ ത്വാഅത്താണ്. എന്നാ സ്നേഹം അത് ഫർളാണെന്നും പറയും. അത് യഥാർത്ഥത്തിൽ ത്വാഅത്ത് ചെയ്യുക, അനുസരിക്കുക എന്നത് തബഉൽ ഹുബ്ബി വസംറതുഹു, ഹുബ്ബിന്റെ മഹബത്തിന്റെ തുടർന്നുകൊണ്ട്, മഹബത്തിനെ തുടർന്നുകൊണ്ട് അതിന്റെ പ്രതിഫലനമായി ഉണ്ടാകുന്നതും അതിന്റെ കായുമാണ്, അതിന്റെ പ്രതിഫലനമാണ് യഥാർത്ഥത്തിൽ അത് മഹബത്തിന്റെ പ്രതിഫലനമാണ് അനുസരിക്കുക എന്നത്. മഹബത്തിനെ തുടർന്നുകൊണ്ടാണ് ആര് നിൽക്കുന്നത്? അനുസരിക്കുക എന്നത്. അതുകൊണ്ട് ഫലാ ബുദ്ദ വഅൻ യതഖദ്ദമൽ ഹുബ്ബു, ആദ്യം ഹുബ്ബ് ഉണ്ടാവൽ നിർബന്ധമാണ്, ആദ്യം ഹുബ്ബ് ഉണ്ടാവൽ നിർബന്ധമാണ്. സുമ്മ ബഅദ ദാലിക, പിന്നെ ആ ഹുബ്ബ് ഉണ്ടായതിന്റെ ശേഷം ആണ് യുതീഉ മൻ അഹബ്ബ, സ്നേഹിച്ചവനെ അനുസരിക്കുക എന്നത്. സ്നേഹിച്ചവനെ അനുസരിക്കുക എന്നത് മഹബത്ത് ആദ്യം ഉണ്ടാവണം, അതിന്റെ ശേഷം ആണ് ഏത് അനുസരിക്കുക എന്നത് ഉണ്ടാകുന്നത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അനുസരണ എന്നത് ഏതിൽ നിന്ന് വരണം? മഹബത്തിൽ നിന്ന് ഉണ്ടായി തീരണം എന്ന് പറയാനുണ്ടായ കാരണം. അങ്ങനെ ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി ഇഹ്യായിൽ വളരെ വിശദമായി മഹബത്തിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്. പിന്നെ എങ്ങനെയാണ് മഹബത്ത് ഉണ്ടാവുക, അതുണ്ടാവുന്നതിന്റെ എന്താണ് മഹബത്തിന്റെ യഥാർത്ഥം വളരെ കൃത്യമായി പറയുന്നുണ്ട്. അതായത് ബഹുമാനപ്പെട്ട സയ്യിദുന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പെടുന്നനെ ഒരാൾ കണ്ടാൽ ഹാബഹു, മൻ റആഹു ബദാഹത്തൻ ഹാബഹു, പെടുന്നനെ റസൂലുള്ളാഹി ഒരാൾ ഇങ്ങോട്ട് കണ്ടാൽ, പെട്ടെന്ന് കണ്ടാൽ അവൻ ഞെട്ടും. റസൂലുള്ളാഹിയെ പെടുന്നനെ കാണുന്ന ഏതൊരാളും ഒന്ന് ഞെട്ടലോടെയാണ് റസൂലുള്ളാഹിയെ കാണുക. കാരണം അങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീര പ്രകൃതി അങ്ങനെയാണ്. തലയെടുപ്പുള്ള പ്രത്യേകമായ ഒരു, ആരെയും ഞെട്ടിപ്പിക്കുന്ന ഒരു ശരീര പ്രകൃതി, തലയെടുപ്പുള്ള ശരീര പ്രകൃതി. അത് ഇൻഷാ അല്ലാഹ് മറ്റൊരു ക്ലാസ്സിൽ വിശദമായി നമ്മൾ പറയും ഇൻഷാ അല്ലാഹ്. അത് ഒന്ന്. അതേസമയം വമൻ ഖാലതഹു മഅരിഫത്തൻ അഹബ്ബഹു, അള്ളാഹുവിന്റെ റസൂലിനെ ആരെങ്കിലും ഇടപഴകി നല്ലവണ്ണം ഇടകലർന്നങ്ങോട്ട് ആഴത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് ശരിക്കും മനസ്സിലാക്കുമ്പോഴോ അഹബ്ബഹു, സ്നേഹിക്കുകയും ചെയ്യും. പെടുന്നനെ ഉള്ള നോട്ടം കാണുമ്പോൾ ആരെയും ഞെട്ടിക്കും. അതേസമയം റസൂലുള്ളാഹിയെ നല്ലവണ്ണം അടുത്തറിയാൻ ഒരാൾ ശ്രമിച്ചാൽ അവൻ സ്വാഭാവികമായും റസൂലുള്ളാഹിയെ സ്നേഹിക്കുകയും ചെയ്യും. അപ്പോ ഇത് ഒരു വിഷയമാണ്. അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കണമെങ്കിൽ റസൂലുള്ളാഹിയെ അടുത്തറിയണം എന്നാണ് പറഞ്ഞത്. ഈ വിഷയം ബഹുമാനപ്പെട്ട ഇമാം ഗസാലി വിശദീകരണത്തിന്റെ കൂട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഈ മഹബ്ബത്ത് യഥാർത്ഥത്തിൽ ഉണ്ടാകുന്നത് ലാ യുതസവ്വറു മഹബ്ബത്തുൻ ഇല്ലാ ബഅദ മഅരിഫത്തിൻ വ ഇദ്റാക്കിൻ, അറിഞ്ഞു മനസ്സിലാക്കിയതിന്റെ ശേഷമാണല്ലോ മഹബ്ബത്ത് ഉണ്ടാവുക. നാം ഒരു വസ്തുവിനെ, ആളെ സ്നേഹിക്കണമെങ്കിൽ അയാളെ സംബന്ധിച്ച് നമുക്ക് അറിയണമല്ലോ. അറിയാത്ത ഒരു വസ്തുവിനെ എന്ത് ചെയ്യില്ല, നമ്മൾ സ്നേഹിക്കുകയോ വെറുക്കുകയോ ഇല്ല. അപ്പൊ സ്നേഹം വെറുപ്പ് എന്ന് പറയുന്നതൊക്കെ മനസ്സിൽ ഉണ്ടാകുന്നത് അറിയുമ്പോഴാണ്. മഹബ്ബത്ത് ഉണ്ടാവണമെങ്കിൽ അടുത്തറിയൽ ആവശ്യമാണ് എന്നർത്ഥം. അപ്പോ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അത് മനസ്സിന്റെ ഒരവസ്ഥയാണ്. അല്ലെങ്കിൽ സ്നേഹം എന്ന് പറഞ്ഞാൽ തന്നെ അത് മനസ്സിന്റെ ഒരവസ്ഥയാണ്. ആ അവസ്ഥ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും? അതിന്റെ അടിസ്ഥാന മാർഗമാണ് ആ സ്നേഹിക്കപ്പെടുന്ന ആളുടെ ഗുണങ്ങളും നന്മകളും മേന്മകളൊക്കെ നമ്മൾ മനസ്സിലാക്കുക എന്നത്. അതിലൂടെ ഏത് കിട്ടും? മാനസികമായ ഈ അടുപ്പവും ബന്ധവും ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അപ്പോ ചുരുക്കത്തിൽ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറഞ്ഞത് ത്വാഅത്ത് എന്നല്ല മഹബ്ബത്തിന്റെ അർത്ഥം, അനുസരിക്കുക അനുകരിക്കുക എന്നല്ല മഹബ്ബത്തിന്റെ അർത്ഥം. മറിച്ച് മഹബ്ബത്ത് എന്ന് പറഞ്ഞാൽ അത് മനസ്സിലെ ഒരവസ്ഥയാണ്. അതിൽ നിന്ന് അതിന്റെ ഫലമായി ഉണ്ടായി തീരണം ആര്? ത്വാഅത്ത്, അല്ലെങ്കിൽ ഉണ്ടാവുന്നു അനുസരണ എന്ന് പറയുന്നത്. എന്നല്ലാതെ ത്വാഅത്താണ് അനുസരണ, ത്വാഅത്താണ് അനുസരണ എന്ന് പറയുന്നത് വസ്തുതാബോധമില്ലാത്ത ഒരു പറച്ചിലാണത്. അത് യഥാർത്ഥ ബോധത്തോടുകൂടെ പറയുന്നതല്ല. ചില ആളുകൾ അങ്ങനെ വിശദീകരിക്കാറുണ്ട്. മഹബ്ബത്ത് എന്ന് പറഞ്ഞാൽ അനുസരിക്കലാണ്, അനുസരിക്കലാണ് എന്ന് പറയും. ഇതിന്റെ പിന്നിൽ കൃത്യമായ ഒരു ഗൂഢമായ തന്ത്രമുണ്ട്, ലക്ഷ്യമുണ്ട്.
മഹബത്ത് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയുന്നതാ. സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അത് എല്ലാ മനുഷ്യന്മാർക്കും അറിയുന്നു. കാരണം എല്ലാ മനുഷ്യന്മാരും അല്ലെങ്കിൽ മഹാഭൂരിപക്ഷം മനുഷ്യന്മാരും അനുഭവിക്കുന്ന ഒരു വിഷയമാണ്, അനുഭവത്തിലൂടെ അറിയുന്ന ഒരു വിഷയമാണ് മഹബത്ത് എന്ന് പറഞ്ഞാൽ. അത് എന്തിനോടുണ്ടാകുന്നു എന്നതിലെ ഏറ്റവും വ്യത്യാസം ഉണ്ടാവുള്ളൂ. അപ്പോ അത് നിഷേധിക്കുക, അത് നിഷേധിച്ചുകൊണ്ട് റസൂലുള്ളാഹിയുടെ വിഷയം വരുമ്പോൾ അല്ലെങ്കിൽ മഹത്തുക്കളുടെ വിഷയം വരുമ്പോൾ മഹബത്തിന് യഥാർത്ഥമല്ലാത്ത ഒരു വിശദീകരണം നൽകുക. യഥാർത്ഥമല്ലാത്തൊരു വിശദീകരണം നൽകിയിട്ട് എന്ത് ചെയ്യുക? അത് ത്വാഅത്ത് ചെയ്യലാണ്, അവരെ അനുസരിക്കലാണ്, അവരൊക്കെ നടന്നതുപോലെ നടക്കലാണ്, അവരെപ്പോലെ അവരുടെ സ്ഥാനത്തേക്ക് എത്തലാണ് എന്നിങ്ങനെ തുടങ്ങി യഥാർത്ഥ മഹബത്ത് അല്ലാത്ത ചില വിശദീകരണങ്ങൾ മഹബത്തിന് നൽകുന്നു. ഇതിന്റെ ആവശ്യം എന്താണ്? ഇത് ചില ആളുകൾക്ക് വളരെ മോശമായ ചില ലക്ഷ്യങ്ങളുണ്ട്. കാരണം മഹബത്ത് എന്ന് പറയുന്നത് മനസ്സിന്റെ ബന്ധമാണ്. അത് ഉണ്ടാക്കണമെന്ന് പറയുമ്പോ അതുണ്ടാക്കണമെന്ന് പറയുമ്പോ അത് വേണ്ട എന്ന് പറയാൻ, മഹബത്ത് വേണ്ട എന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ എന്ത് ചെയ്യണം? ഈ മഹബത്തിന് മറ്റൊരു വ്യാഖ്യാനം കൊടുക്കുക, അത് അനുസരിക്കുക എന്നതാണ്. അതിലേക്ക് മഹബത്ത് എന്ന ആ ഒരു ചിന്താഗതിയെ ഇങ്ങോട്ട് മാറ്റി തെറ്റിദ്ധരിപ്പിച്ചു കഴിഞ്ഞാൽ ഉമ്മത്തിന്റെ മനസ്സിന്റെ ബന്ധം റസൂലുള്ളാഹിയുമായി ഇല്ലാതെയാക്കാൻ കഴിയും. മനസ്സിന്റെ ബന്ധം എന്നത് ആ ഒരു ധാരണ ഇല്ലാതെയാക്കുക, തെറ്റിദ്ധരിപ്പിക്കുക. മഹബത്ത് എന്ന് പറഞ്ഞാൽ അതിന് മറ്റൊരു വ്യാഖ്യാനം സമൂഹത്തിൽ പഠിപ്പിച്ചാൽ മാനസികമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായുള്ള ബന്ധം ഇല്ലാതെയാക്കാൻ കഴിയും. മനസ്സിന്റെ ബന്ധമില്ലെങ്കിൽ പിന്നെ ഈമാൻ പറയുന്നതിലൊരു അർത്ഥമില്ല, പിന്നെ ഈ ത്വാഅത്ത് പറയുന്നതിലൊരു അർത്ഥമില്ല. ഇത് സമൂഹത്തിലേക്ക്, ഈ വിഷബീജം സമൂഹത്തിലേക്ക് കുത്തിവെക്കുന്ന സമൂഹത്തിന്റെ ഇസ്ലാമിന്റെ ശത്രുക്കൾ, അവർക്ക് അത്തരം ലക്ഷ്യങ്ങളുണ്ട്. ആ ഈമാൻ പിന്നെ ശരിയാവില്ല, സ്വീകരിക്കില്ല, അത് കാപട്യമാണ് എന്ന് അവർക്കറിയാം. അതിന് വേണ്ടി അവർ നമ്മിൽപ്പെട്ട ചില ആളുകളെ കാശ് കൊടുത്ത്, പണം കൊടുത്ത് വാങ്ങുന്നു, അല്ലെങ്കിൽ ശമ്പളം കൊടുത്ത് പ്രസംഗിപ്പിക്കുന്നു എന്ന് മാത്രം. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ചുരുക്കത്തിൽ എന്തല്ല, ഈ പറയപ്പെടുന്നത് പോലെ ആംഗ്യങ്ങളോ പ്രവർത്തനങ്ങളോ ബാഹ്യ അവയവങ്ങളുടെ പ്രവർത്തനങ്ങളല്ല. അക്കാര്യം വളരെ കൃത്യമായി ഖുർആനിന്റെ ആയത്തുകളും പരിശുദ്ധമായ ഹദീസുകളിലും മഹാന്മാരായ പണ്ഡിതന്മാരുടെ ഉദ്ധരണികളിലൊക്കെ നമുക്ക് ധാരാളമായി തന്നെ കാണാൻ കഴിയും. ഉദാഹരണമായി ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് വന്ന ഒരു ഹദീസ്, جاء رجل إلى رسول الله صلى الله عليه وسلم فقال يا رسول الله كيف تقول في رجل أحب قوما ولم يلحق بهم. നബിയെ, അങ്ങ് എന്താണ് പറയുന്നത്? അങ്ങ് എങ്ങനെയാ പറയുന്നത്? ഫീ റജുലിൻ, ഒരാൾ സംബന്ധിച്ച്, അഹബ്ബ അവൻ സ്നേഹിക്കുന്നു, കൗമൻ ഒരു വിഭാഗത്തെ, ചില ആളുകളെ അവൻ സ്നേഹിക്കുന്നു, പക്ഷേ വലം യൽഹഖ് ബിഹിം അവരുടെ നിലവാരത്തിലേക്ക് ഇവൻ ഉയർന്നു വന്നിട്ടൊന്നുമില്ല. അവരൊക്കെ വലിയ ആളുകളാണ്. അഹബ്ബ കൗമൻ, വലിയ വലിയ ചില ആളുകളെ അയാൾ സ്നേഹിക്കുന്നു, അവരുടെ നിലവാരത്തിലേക്ക് ഇവൻ ഉയർന്നു. അവരെപ്പോലെ വലം യൽഹഖ് ബിഹിം എന്ന് പറഞ്ഞാൽ അവരുടെ സ്ഥാനത്തേക്ക് ഇവൻ എത്തിയിട്ടില്ല, അവരെപ്പോലെ ഒന്നുമല്ല, അവരുടെ നിലവാരത്തിലേക്ക് എത്തിയിട്ടില്ല. അങ്ങനെയുള്ള ഒരാളെ സംബന്ധിച്ച് എന്താണ് അങ്ങ് പറയുന്നത്? വളരെ കൃത്യമാണ് ചോദ്യം. ഇന്ന് നമുക്കൊക്കെ ആവശ്യമുള്ള ഒരു ചോദ്യമാണ് ചോദിച്ചിട്ടുള്ളത്. മഹാന്മാരായി നാം മനസ്സിലാക്കുന്ന ആളുകളെ നാം സ്നേഹിക്കുന്നു, തീർച്ചയാണ്. എന്നാൽ അവരൊക്കെ വലിയ വലിയ ആളുകളാണെന്ന് നാം മനസ്സിലാക്കുന്നു, അവരോട് നമുക്ക് സ്നേഹമുണ്ട്. അതേസമയം അവരൊക്കെ ചെയ്തതുപോലെ, അവരൊക്കെ നടന്നതുപോലെ നടന്നു, അവരൊക്കെ ചെയ്തതുപോലെ ചെയ്തു, അവരെത്തിയ സ്ഥാനത്തേക്കൊന്നും നമ്മൾ എത്തിയിട്ടില്ല. അതൊക്കെ പക്ഷെ അതിന്റെ പേരിൽ നാം അവരാണ് എത്തിയ ആളുകളാണ് എന്നതിന്റെ പേരിൽ അവരെ നാം സ്നേഹിക്കുന്നു. എന്നാൽ എന്താണ് അങ്ങ് പറയുന്നത്? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൽ മർഉ മഅ മൻ അഹബ്ബ, മനുഷ്യൻ ആരെയാണോ സ്നേഹിക്കുന്നത് അവനോടൊപ്പമാണ് ഉണ്ടാവുക. ആരെ സ്നേഹിക്കുന്നു അവനോടൊപ്പമാണ് മനുഷ്യൻ. ഇത് വളരെ കൃത്യമാണ്. അപ്പൊ സ്നേഹമെന്ന് പറഞ്ഞാൽ, വലിയ വലിയ ആളുകളെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അവരൊക്കെ ചെയ്തതുപോലെ, അവര് അധ്വാനിച്ചതുപോലെ, ജീവിച്ചതുപോലെ ജീവിച്ച്, ചെയ്തതുപോലെ ചെയ്തു, അവരൊക്കെ എത്തിയ സ്ഥാനത്തേക്ക് എത്തലാണ് മുഹബ്ബത്ത് എന്ന് വ്യാഖ്യാനിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നൽകിയ വിശദീകരണത്തിന്
കൃത്യമായി റസൂലുള്ളാഹി പഠിപ്പിച്ചതിന് നേരെ കൊഞ്ഞനം കുത്തലാണ്. അത് യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ റസൂലിനെ അങ്ങോട്ട് പഠിപ്പിക്കാൻ ശ്രമിക്കലാണ്. അത് അപകടകരമാണ്. ഇതിന്റെ മറ്റു പല റിപ്പോർട്ടുകളും നമുക്ക് കാണാൻ പറ്റും. പല റിപ്പോർട്ടുകളുമുണ്ട്. ഇമാം ബുഖാരി തന്നെ റിപ്പോർട്ട് ചെയ്ത മറ്റൊരു ഹദീസിൽ അനസ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് അന്ന റജുലൻ സഅല നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരാൾ വന്നുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു അനിസ്സാഅത്തി. അല്ല, നേരത്തെ പറഞ്ഞ ഹദീസിന്റെ വേറൊരു റിവായത്ത്, ഒരാൾ വന്നുകൊണ്ട് റസൂലുള്ളാഹിയോട് പറയുകയാണ് അർറജുലു യുഹിബ്ബുൽ ഖൗമ. അബൂദാവൂദിന്റെ റിവായത്താണ്. ഇമാം അബൂദാവൂദ് റിവായത്ത് ചെയ്ത അബൂദർ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് അബൂദാവൂദ് റിവായത്ത് ചെയ്ത നേരത്തെ ഞാൻ പറഞ്ഞ ഹദീസിന്റെ മറ്റൊരു റിപ്പോർട്ട്, അർറജുലു യുഹിബ്ബുൽ ഖൗമ, ഒരാൾ വലിയ വലിയ ആളുകളെ സ്നേഹിക്കുന്നു. നേരത്തെ പറഞ്ഞ ഇമാം ബുഖാരിയുടെ ലഫ്ലിലുള്ളത് വലം യൽഹഖ് ബിഹിം എന്നാണ്. അബൂദാവൂദിന്റെ ഈ റിവായത്തിലുള്ളത് വലാ യസ്തതിഉ അൻ യഅമലക അമലിഹിം, വലാ യസ്തതിഉ അൻ യഅമലക അമലിഹിം, അവന് സാധിക്കുന്നില്ല അവൻ അമൽ ചെയ്യാൻ കഅമലിഹിം, അവരൊക്കെ ചെയ്തതുപോലെ അമൽ ചെയ്യാനൊന്നും ഇയാൾക്ക് കഴിയുന്നില്ല. അവരെ സ്നേഹിക്കുന്നു, അവർ ചെയ്ത അമൽ പോലെ ചെയ്യാനൊന്നും ഇവന് സാധിക്കുന്നില്ല. ഇവൻ അത്രയൊന്നുമില്ല, എന്നാൽ അവരോടൊക്കെ വലിയ സ്നേഹവും ബഹുമാന ആദരവുമാണ്. എന്നാൽ എന്താണ് അങ്ങ് പറയുന്നത് എന്ന് ചോദിക്കുമ്പോ ബഹുമാനപ്പെട്ട അബൂദർ റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി പറഞ്ഞു, ഖാല അൻത യാ അബൂദർരിൻ മഅ മൻ അഹ്ബബ്ത, അബൂദർറെ നീ ആരെ സ്നേഹിക്കുന്നു അവരോടൊപ്പമാണ് നീ ഉള്ളത്. അപ്പൊ അബൂദർ റളിയല്ലാഹു അൻഹു പറഞ്ഞു ഫഇന്നി ഉഹിബ്ബുല്ലാഹ വറസൂലഹു, ഞാൻ അല്ലാഹുവിനെയും റസൂലിനെയും സ്നേഹിക്കുന്നു നബിയെ. ഖാല റസൂലുള്ളാഹി പറഞ്ഞു ഫഇന്നക മഅ മൻ അഹ്ബബ്ത, ആരെയാണോ അബൂദർറെ നീ സ്നേഹിക്കുന്നത് അവരോടൊപ്പമാണ്. ഫആദഹ അബൂദർരിൻ, അബൂദർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ ആവർത്തിച്ചു ചോദിച്ചു. ഫആദഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയും ചെയ്തു എന്ന് വേറൊരു റിവായത്ത്. ഇതുപോലെ മറ്റൊരു റിവായത്ത്, ഒരാൾ വന്നുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു അനിസ്സാഅത്തി, ഖിയാമത്ത് നാളിനെ സംബന്ധിച്ച് ചോദിച്ചപ്പോൾ ഫഖാല മതസ്സാഅ, എപ്പോഴാണ് നബിയെ ഖിയാമത്ത് നാൾ എന്ന് ചോദിച്ചപ്പോൾ ഖാല റസൂലുള്ളാഹി പറഞ്ഞു വമാ അഅദത ലഹ, ഖിയാമത്ത് നാളിന് നീ എന്താ തയ്യാറാക്കിയിട്ടുള്ളത്? എപ്പോഴാ ഖിയാമത്ത് നാളെന്ന് ഇങ്ങനെ കാത്തിരിക്കുന്നത് പോലെ ചോദിക്കുമ്പോ എന്താ അതിനെ നീ തയ്യാറാക്കിയത്? ഖാല ലാ ശൈ, എന്റെ അടുത്തൊന്നുമില്ല, ലാ ശൈ, ഒന്നുമില്ല, ഇല്ല അന്നി ഉഹിബ്ബുല്ലാഹ വറസൂലഹു, പക്ഷേ ഞാൻ അള്ളാഹുവിനെയും റസൂലിനെയും സ്നേഹിക്കുന്നു, വേറെ ഒന്നും എന്റെ അടുത്തില്ല. അള്ളാഹുവിനോടും റസൂലിനോടും എനിക്ക് സ്നേഹമുണ്ട്, വേറെ ഒന്നും എന്റെ അടുത്തില്ല. ഫഖാല, അപ്പൊ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു അൻത മഅ മൻ അഹ്ബബ്ത, നീ ആരെയാണോ സ്നേഹിച്ചത് അവരോടൊപ്പമാണ് ഉണ്ടാവുക. ഖാല അനസ് റളിയല്ലാഹു അൻഹു പറയാൻ ഫമാ ഫരിഹ്നാ ബിശൈഇൻ, ഞങ്ങൾ പിന്നെ സന്തോഷിച്ചിട്ടില്ല. ഫറഹനാ ബിഖൗലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻത മഅ മൻ അഹ്ബബ്ത, നീ ആരെ സ്നേഹിച്ചോ അവരോടൊപ്പമാണെന്ന് റസൂലുള്ളാഹി പറഞ്ഞപ്പോൾ ആ വാക്ക് കൊണ്ട് ഞങ്ങൾക്കുണ്ടായ സന്തോഷം പോലെ ഇസ്ലാമായതിനു ശേഷം പിന്നെ ഞങ്ങൾ സന്തോഷിച്ചിട്ടില്ല. അതായത് ഏറ്റവും പ്രതീക്ഷയുള്ള ഒരു കാര്യമാണ്. ആര് സ്വഹാബത്തിനെ സംബന്ധിച്ചാണ് ഈ പറയുന്നത്? സ്വഹാബത്ത് എന്ന് പറഞ്ഞാൽ വലിയ വലിയ മഹാന്മാരായ ദീനിന് ഏറ്റവും കൂടുതൽ ഖിദ്മത്ത് ചെയ്ത ആളുകൾ, ഏറ്റവും കൂടുതൽ ഈ ഉമ്മത്തിൽ ഏറ്റവും കൂടുതൽ അള്ളാഹുവിനും റസൂലിനും ത്വാഅത്ത് ചെയ്ത ആളുകൾ. മഹബ്ബത്ത് എന്ന് പറഞ്ഞാൽ ത്വാഅത്ത് ചെയ്തുകൊണ്ട് വലിയ വലിയ ആളുകളൊക്കെ ആയതുപോലെ ആയിത്തീരലാണെന്ന് വ്യാഖ്യാനിക്കുന്നവർ ഈ ഹദീസുകളെ സംബന്ധിച്ചൊക്കെ പറയേണ്ടി വരും. ഈ ഉമ്മത്തിൽ ഏറ്റവും കൂടുതൽ ത്വാഅത്ത് ചെയ്ത ആളുകൾ അവരാണ് ഈ സ്വഹാബിമാരെന്ന് പറഞ്ഞാൽ. ആ സ്വഹാബിമാര് ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത്, ഇസ്ലാമിന്റെ ശേഷം ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് ഈ വാക്ക് കേട്ടിട്ട് ആരെ സ്നേഹിക്കുന്നത് അവരോടൊപ്പം രക്ഷപ്പെടാൻ പറ്റും എന്ന് പറഞ്ഞപ്പോൾ അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത്. അപ്പൊ അവരൊന്നും ആഖിറത്തിന്റെ കാര്യത്തിൽ ഒരു പ്രതീക്ഷ കിട്ടുന്ന, ആഖിറത്തിന്റെ കാര്യത്തിൽ പ്രതീക്ഷിക്കാവുന്ന ഒരു കാര്യം അള്ളാഹുവിന്റെ റസൂലിൽ നിന്ന് അവർ കേട്ടപ്പോൾ അവരെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിച്ചത് അതാണ്, ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിച്ചത് അതാണ്. എന്നല്ലാതെ അവരാരും അവർ ചെയ്ത ത്വാഅത്ത്, അവർ ചെയ്ത ഇബാദത്തുകളെ കൊണ്ട് രക്ഷപ്പെടും, അങ്ങനെ അവരാരും സന്തോഷിച്ചിരുന്നിട്ടില്ല. അത് ചിലപ്പോൾ സ്വീകരിക്കപ്പെടാം. അള്ളാഹുവിന്റെ മുന്നിൽ ചെന്ന് അത് പരിശോധിക്കപ്പെടുമ്പോഴല്ല അതിന്റെ ഗുണനിലവാരം അറിയുക. അതുകൊണ്ട് രക്ഷപ്പെടുമെന്ന് ആരും പ്രതീക്ഷിക്കേണ്ടതില്ല. ആരും തന്റെ അമൽ കൊണ്ട് രക്ഷപ്പെടുകയില്ല എന്ന് റസൂലുള്ളാഹി തന്നെ പറഞ്ഞല്ലോ. അതുകൊണ്ട് രക്ഷപ്പെടാനുള്ള മാർഗമായി അള്ളാഹുവിന്റെ റസൂല് അവിടെ പഠിപ്പിച്ചു കൊടുത്തത് ആ മഹബ്ബത്ത് എന്നതാണ്. അതുകൊണ്ട് രക്ഷപ്പെടാൻ പറ്റും. ഖാല അനസ് എന്നവർ പറയാം ഫാന ഉഹിബ്ബുൻ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം,
അള്ളാഹുവിന്റെ റസൂലിനെ ഞാൻ സ്നേഹിക്കുന്നു, അബൂബക്കറിൻ അബൂബക്കർ എന്നവരെയും ഉമർ എന്നവരെയും ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അനസ് എന്നവർ പറയാ വഅർജു അൻ അകൂന മഅഹും, ഞാൻ അവരോടൊപ്പം ആയെങ്കിൽ ആകുമെന്ന് ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ബിഹുബ്ബി ഇയ്യാഹും, അവരെ ഞാൻ സ്നേഹിക്കുന്നത് കാരണമായി അവരോടൊപ്പമാകും എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. വഇല്ലം അഅമൽ ബിമിസ്ലി അഅമാലിഹിം, അബൂബക്കർ എന്നവരും ഉമർ എന്നവരും റസൂലുള്ളാഹിയും ചെയ്തതുപോലെയുള്ള അമലുകളൊന്നും താഅത്തുകളൊന്നും ഞാൻ ചെയ്തിട്ടില്ലെങ്കിലും അവരോടൊപ്പം തന്നെ ഞാനുണ്ടാകും, അവരോടുള്ള എന്റെ ഹുബ്ബ് കാരണം എന്ന് അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിന്റെ തന്നെ വേറൊരു റിപ്പോർട്ട്, ഫക്കാന റജുല ഇസ്തക്കാന, നീ എന്താ ആഖിറത്തിന് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ളതെന്ന് ചോദിച്ചപ്പോൾ അയാൾക്കൊരു ഒരു ചെറിയ ഒരു മാനസികമായി എന്താ ഞാൻ ചോദിച്ചത് എന്താ പറയാ എന്ന ഒരു ചമ്മൽ എന്നൊക്കെ പറയല്ലോ, ഇങ്ങനെ ഒരു വിഷമം മൂപ്പർക്ക് തോന്നി. സുമ്മ യാ റസൂലല്ലാഹ്, അദ്ദേഹം പിന്നെ പറഞ്ഞു, നബിയെ മാ അഅദത്തു ലഹാ കബീറ സ്വലാത്തിൻ വലാ സിയാമിൻ, വലാതെ കൂടുതൽ സിയാമിൻ വലാ സദഖത്തിൻ, കൂടുതൽ സദഖയോ നോമ്പോ നമസ്കാരോ ഒന്നും എന്റെ അടുത്തില്ല, കൂടുതൽ അമലൊന്നുമില്ല. വേറെ റിവായത്തിൽ പറഞ്ഞല്ലോ ലാശയോ ഒന്നുമില്ല. അപ്പൊ അതൊന്നും അദ്ദേഹം ഒരു വലിയ വിഷയമായിട്ട് പരിഗണിക്കണില്ല, അല്ലെങ്കിൽ പ്രതീക്ഷിക്കണില്ല. സാധാരണ മുസ്ലിമീങ്ങൾ ചെയ്യുന്നത് പോലെയുള്ളതൊക്കെ ചെയ്തു വരുന്നുണ്ട്, അല്ലാതെ നിസ്കരിക്കില്ല എന്നല്ല പറയുന്നത്. നമസ്കാരമുണ്ട്, നോമ്പുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും വല്ലാതൊന്നും ചെയ്യുന്ന ആളൊന്നുമല്ല. എന്നാൽ അതൊന്നും വലിയ ഒരു കാര്യമാണ് ഞാൻ ചെയ്തിട്ടുള്ളത്, അതുകൊണ്ട് ഞാൻ ഇഷ്ടപ്പെടും, അങ്ങനെ ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. വലാകിന്നി, പക്ഷേ ഞാൻ ഉഹിബ്ബുല്ലാഹ വറസൂലഹു, അല്ലാഹുവിനെയും റസൂലിനെയും ഞാൻ സ്നേഹിക്കുന്നു നബിയെ എന്ന് അദ്ദേഹം മറുപടി പറഞ്ഞു എന്ന് വേറെ റിവായത്തിൽ കാണാൻ പറ്റും. ഇമാം തബറാനിയുടെ മറ്റൊരു റിവായത്തിലുള്ളത് അർറജുലു യുഹിബ്ബുൽ ഖൗമ, ഒരാൾ ജനങ്ങളെ വലിയ വലിയ ആളുകളെ സ്നേഹിക്കുന്നു. വയഅരിഫു ഫളലഹും, അവരൊക്കെ വലിയ ഫളലുള്ളവരാണെന്ന് അയാൾ മനസ്സിലാക്കുകയും ചെയ്യുന്നു. അതാണ്, അവരൊക്കെ വലിയ ഫളലുള്ള ശ്രേഷ്ഠതയുള്ള മഹാന്മാരാണെന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നു. വലാ യഅമലു ബിമിസ്ലി അമലിഹിം, ഇവരെ പോലെ ഇയാൾ ചെയ്തിട്ടൊന്നുമില്ല. അങ്ങനത്തെ ആളുകളെ സംബന്ധിച്ചാണ് അവർ ചോദിച്ചത് എന്നൊക്കെ വിവിധ റിപ്പോർട്ടുകളിൽ കാണാൻ കഴിയുന്നു. അപ്പൊ ചുരുക്കത്തിൽ മഹാന്മാരായ ആളുകളെ സ്നേഹിക്കുക എന്ന് പറഞ്ഞതും അമൽ ചെയ്യുക എന്ന് പറഞ്ഞതും രണ്ടാണ് എന്നാണ് ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും ഹദീസിന്റെ കിതാബുകളായ എല്ലാ കിതാബുകളിലും റസൂലുള്ളാഹിയിൽ നിന്ന് വന്നിട്ടുള്ളതും സ്ഥിരപ്പെട്ടിട്ടുള്ളതും. അതുകൊണ്ട് മഹബ്ബത്ത് എന്ന് പറഞ്ഞാൽ അത് ത്വാഅത്താണ്, അവർ ചെയ്തതുപോലെ ചെയ്യലാണ്, അവർ ജീവിച്ചതുപോലെ ജീവിക്കലാണ്, അവരെത്തിയ സ്ഥാനത്ത് എത്തലാണ്, അല്ലാതെ മഹബ്ബത്ത് എന്നൊന്നില്ല. ഇത് ജൂതന്മാരുടെ തഫ്സീറാണ്. ഇത് ജൂതന്മാരാണ് ഇത് സമൂഹത്തിലേക്ക് കടത്തിക്കൂട്ടുന്നതും ഈ സമൂഹത്തിന്റെ മനസ്സ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് അകറ്റാൻ വേണ്ടിയുള്ള ഗൂഢമായ ചില ശ്രമങ്ങൾ അത് ചില ആളുകൾ നമ്മിൽ നിന്ന് ഏറ്റുപിടിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതല്ല യഥാർത്ഥത്തിൽ. അപ്പൊ മഹബ്ബത്ത് എന്ന് പറഞ്ഞാൽ മനസ്സിൽ ഉണ്ടാകുന്ന ഒരു പ്രത്യേകമായ അവസ്ഥകൾ തന്നെയാണ്. അത് മനുഷ്യന്റെ ഈ മഹബ്ബത്ത് എന്ന് പറയുമ്പോ അത് എന്തിനോടും ആരോടുമാവട്ടെ അതിന് അതിൻ്റെതായ പ്രത്യേക സ്വഭാവങ്ങളുണ്ട്. അത് ചിലപ്പോൾ മനുഷ്യന്റെ സമ്മതമില്ലാതെ മനസ്സിലേക്ക് കയറി വരും. നാം മഹബ്ബത്ത് ചെയ്യണ്ട എന്ന് വിചാരിച്ചാലും ചിലപ്പോൾ അത് കയറി വരും. വേണ്ട എന്ന് വിചാരിക്കാതെ തന്നെ ചിലപ്പോൾ എന്താകും, അത് ഇറങ്ങിപ്പോവുകയും ചെയ്യും. നമ്മുടെ പരിധിക്കപ്പുറമുള്ള കാര്യങ്ങളാണത്. അതുകൊണ്ട് തന്നെ മഹബ്ബത്ത് എന്ന് പറഞ്ഞ മനസ്സിന്റെ വിചാരങ്ങളാണല്ലോ അത്. അതുകൊണ്ട് തന്നെ അത് പൂർണ്ണമായി മനുഷ്യ നിയന്ത്രണത്തിൽ പെട്ടുകൊള്ളണമെന്നില്ല. അപ്പോ അത് പിന്നെ എങ്ങനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും? നമ്മുടെ പരിധിക്കപ്പുറമുള്ള കാര്യങ്ങൾ ആണെങ്കിൽ പിന്നെ നമുക്കതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നതാണ് പിന്നെ നമ്മൾ പരിശോധിക്കേണ്ടത്. ഇക്കാര്യം മഹാന്മാരായ പണ്ഡിതന്മാർ വളരെ കൃത്യമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു തന്റെ ശുഅബുൽ ഈമാനിൽ വളരെ കൃത്യമായി നമ്മെ ഇക്കാര്യം ബോധ്യപ്പെടുത്തുന്നു. ഖാലൽ ഹലീമിയു റളിയല്ലാഹു റഹ്മഹുല്ലാ, ഇമാം ഹലീമി പറഞ്ഞത് ഇമാം ബൈഹഖി ശുഅബുൽ ഈമാനിൽ എടുത്തു പറയാം. വഅസ്ലു ഹാദൽ ബാബി, ഈ മഹബ്ബത്തിന്റെ വാതിൽ, അതിന്റെ കവാടത്തിന്റെ അടിസ്ഥാനം, മഹബ്ബത്ത് കടന്നു വരാനുള്ള വാതിൽ, അതിന്റെ അടിസ്ഥാന മാർഗം അൻ യഖിഫ അലാ മദാഇഹി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിനെ മഹബ്ബത്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവൻ എന്താണ് ചെയ്യേണ്ടത്? അവിടുത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദാഇഹുകൾ, മദ്ഹുകൾ, മഹത്വങ്ങൾ, ബഹുമാനങ്ങൾ, ശ്രേഷ്ഠതകളും പോരിഷകളും മനസ്സിലാക്കലാണ് ഇതിനുള്ള അടിസ്ഥാന മാർഗം. അതാണ് പണ്ഡിതന്മാർ പറഞ്ഞത്.
അൻ യഖിഫ അലാ മദാഇഹി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദാഇഹുകളെ മനസ്സിലാക്കലാണ്, മഹത്വങ്ങളെ മദ്ഹുകളെ മനസ്സിലാക്കലാണ് അടിസ്ഥാന മാർഗം. വൽ മഹാസിനി സാബിതത്തി ലഹു ഫീ നഫ്സിഹി, അല്ലാഹുവിന്റെ റസൂലിന് അവിടുത്തെ സ്വയം വ്യക്തിത്വത്തിൽ സ്ഥിരപ്പെട്ടിട്ടുള്ള ഗുണമേന്മകളെയും തിരിച്ചറിയലാണ് മാർഗം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നഫ്സിലുള്ള വ്യക്തിയിൽ ഉള്ള മഹത്വങ്ങളെയും ബഹുമാനങ്ങളെയും ഗുണങ്ങളെയും മേന്മകളെയും മദ്ഹുകളെയും ഒക്കെ മനസ്സിലാക്കലാണ് മഹബ്ബത്തുണ്ടാവാനുള്ള അടിസ്ഥാന മാർഗം. ഇത് വേറൊരു വാക്കല്ല, വളരെ കൃത്യമായ ആലോചിച്ചുകൊണ്ടാണ് മഹാന്മാരായ പണ്ഡിതന്മാർ ഈ വാക്കുകളൊക്കെ എഴുതുന്നത്. അതായത് അസ്ലു ഹാദൽ ബാബി എന്നാണ് പറഞ്ഞത്. മഹബ്ബത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മഹബ്ബത്ത് ഉണ്ടാവണമെങ്കിൽ അതിന്റെ അടിസ്ഥാന മാർഗം അവിടുത്തെ മദ്ഹ് മനസ്സിലാക്കലാണ്. അടിസ്ഥാന മാർഗം മദ്ഹ് മനസ്സിലാക്കലാണ് എന്നാണ് പറഞ്ഞത്. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹുകൾ പറയുന്നതിലൂടെയും അത് കേൾക്കുന്നതിലൂടെയും അത് പഠിക്കുന്നതിലൂടെയും പഠിപ്പിക്കുന്നതിലൂടെയും ആണ് മഹബ്ബത്ത് മനുഷ്യന്റെ മനസ്സിലേക്ക് കടന്നു വരിക. ഇത് അടിസ്ഥാന മാർഗമാണെന്നാണ് പറഞ്ഞത്. അതായത് ഈ മാർഗം മാറ്റിവെച്ചുകൊണ്ട് റസൂലുള്ളാഹിയുടെ മദ്ഹ് എന്ന് പറയുമ്പോ ദഹനക്കുറവ് അനുഭവപ്പെടുന്ന സ്വഭാവം, റസൂലുള്ളാഹിയുടെ മദ്ഹ് എന്ന് കേൾക്കുമ്പോഴേക്ക് അലർജി ഉണ്ടാകുന്ന സ്വഭാവം, ഈ മനസ്സിലേക്ക് മഹബ്ബത്ത് കടക്കൂല. മഹബ്ബത്ത് കടന്നു വരാനുള്ള അടിസ്ഥാന മാർഗം മദ്ഹ് തന്നെയാണ്. മഹബ്ബത്ത് കടന്നു വരാനുള്ള അടിസ്ഥാന മാർഗം മദ്ഹാണ്. അതുകൊണ്ട് അടിസ്ഥാന മാർഗത്തെ ഒരാൾ അവഗണിച്ചു കഴിഞ്ഞാൽ മറ്റുള്ള മാർഗം പിന്നെ അവിടെ ഉണ്ടാവില്ല. അടിസ്ഥാന മാർഗത്തെ അവഗണിച്ചുകൊണ്ട് ഉദ്ദേശത്തിലേക്ക് എത്താൻ കഴിയില്ല. അടിസ്ഥാന മാർഗം സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് ചേർത്തിക്കളയുന്ന അനുബന്ധങ്ങളായ മാർഗങ്ങൾ പലതുണ്ടായിരിക്കും. അത് സ്വീകരിക്കാൻ പറ്റും, അത് പലതും സ്വീകരിക്കാൻ പറ്റും. അതേ സ്ഥാനത്ത് അടിസ്ഥാന മാർഗത്തെ അവഗണിച്ചുകൊണ്ട് യഥാർത്ഥ ഉദ്ദേശത്തിലേക്ക് എത്തുക എന്നത് അസാധ്യമാണ്. അതുകൊണ്ടാണ് മഹാന്മാരായ പണ്ഡിതന്മാർ അങ്ങനെ തന്നെ പറയുന്നത്. വഅസ്ലു ഹാദൽ ബാബി, ഈ കവാടത്തിലേക്ക് അങ്ങോട്ട് കടക്കണമെങ്കിൽ അടിസ്ഥാന മാർഗം റസൂലുള്ളാഹിന്റെ മദ്ഹ് തന്നെ. അത് പറഞ്ഞേ പറ്റൂ, അത് പഠിച്ചേ പറ്റൂ, പഠിപ്പിച്ചേ പറ്റൂ. കുട്ടികളെ പഠിപ്പിക്കണം, സമൂഹത്തെ പഠിപ്പിക്കണം, ജനങ്ങളെ പഠിപ്പിക്കണം. കുട്ടികൾ വളർന്നു വരുമ്പോ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹുകളും മഹത്വങ്ങളും അവരുടെ ഹൃദയത്തിൽ ആദ്യമേ കൊടുത്തുകൊണ്ടിരിക്കണം. ചെറിയ ഹൃദയമാണ്, എന്തും സ്വീകരിക്കാവുന്ന ഹൃദയമാണ്. ആ ഹൃദയത്തിൽ അനാവശ്യമായ ഏതെങ്കിലും സിനിമാ നടന്മാരെ സംബന്ധിച്ചോ ക്രിക്കറ്റ് കളിക്കാരെ സംബന്ധിച്ചോ അതുപോലെയുള്ള ലോകത്ത് മറ്ററിയപ്പെടുന്ന ഏതെങ്കിലും താവൂത്തുകളെ സംബന്ധിച്ചുള്ള വിവരണങ്ങളും അവരുടെ പോരിശകളും കുട്ടികളുടെ ഹൃദയത്തിലേക്ക് കടത്തിക്കൂട്ടുന്ന സംസാരങ്ങളും അതിലേക്ക് വഴിവെക്കുന്ന മാർഗങ്ങൾ അത് തുറന്നു വെക്കുന്നതിന് മുൻപ് അത് ചെയ്യുന്നതിന് പകരം യഥാർത്ഥത്തിൽ കാര്യബോധമുള്ള രക്ഷിതാക്കൾ ചെയ്യേണ്ടത് അള്ളാഹുവിന്റെ റസൂലിനെ സംബന്ധിച്ച് കുട്ടികളുടെ ഹൃദയത്തിൽ തുടക്കം മുതലേ സ്ഥാനം പിടിക്കുന്ന നല്ലവണ്ണം വേരുറക്കുന്ന തരത്തിൽ കാര്യങ്ങളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കലാണ്. അത് അടിസ്ഥാന മാർഗമാണ്. ഇത് ഉമ്മത്തിനെ പഠിപ്പിച്ചേ പറ്റൂ, മദാഹിഹുകൾ പറഞ്ഞേ പറ്റൂ. മദ്ഹുകൾ പറയുന്ന സ്വഭാവം മാറ്റിവെച്ചുകൊണ്ട് റസൂലുള്ളാഹിയോട് സ്നേഹമെന്നത് അസാധ്യമാണ്. സ്നേഹമെന്നതില്ലാതെ ഈമാൻ എന്ന് പറയുന്നതും ത്വാഅത്ത് എന്ന് പറയുന്നതും കാപഢ്യവും ആണ്, അഭിനയം മാത്രമാണ്. അതാര് പറഞ്ഞാലും ശരി. താടിന്റെ നീളം കൊണ്ടോ പുറമെ ആളുകൾ കാണുന്ന തരത്തിൽ അഭിനയിക്കുന്നത് കൊണ്ടൊന്നും ഈമാനും ത്വാഅത്തും ഉണ്ടാവില്ല. അതുകൊണ്ടൊന്നും ത്വാഅത്തുണ്ടാവില്ല. ത്വാഅത്ത് എന്ന് പറയുന്നതും ഈമാൻ എന്ന് പറയുന്നതും അതിന്റെ അടിത്തറ അടിവേറ് മഹബ്ബത്താണ്. അതിനുള്ള അടിസ്ഥാന മാർഗം യഥാർത്ഥത്തിൽ മദ്ഹ് തന്നെയാണ്. അങ്ങനെ അത് പറ്റുള്ളൂ. അതല്ലേ നേരത്തെ പറഞ്ഞത്. മഹബ്ബത്ത് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? ഏതിനോടാണോ അതുണ്ടാകുന്നത് ആ ബന്ധം ഉണ്ടാവണമെങ്കിൽ ഏത് വേണം? ആ ഏത് വസ്തുവാണോ അല്ലെങ്കിൽ ഏത് വ്യക്തിയാണോ അതിലുള്ള കമാലാത്തുകളെ ഗുണമേന്മകളെ മനസ്സിലാക്കലാണ് മഹബ്ബത്ത് ഉണ്ടാവാനുള്ള വഴി. അതന്നെ ഇവിടെയും പറഞ്ഞത്.
അതുപോലെ തന്നെ വൽ മഹാസി സാബിതത്തു ലഹു ഫീ നഫ്സിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നഫ്സിൽ വ്യക്തിത്വത്തിൽ സ്ഥിരപ്പെട്ടിട്ടുള്ള മഹാസിനുകളെയും ഗുണമേന്മകളെ നന്മകളെ പറയലുമാണ്, അത് മനസ്സിലാക്കലും ആണ്. അതെന്താ ഫീ നഫ്സിഹി എന്ന് പറയാനുള്ള ഉണ്ടായ കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ സ്നേഹിക്കുക എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ഇതുവരെ പറഞ്ഞതുപോലെ ഒരു വ്യക്തിയെ സ്നേഹിക്കുമ്പോൾ ആ വ്യക്തിയിൽ ഉള്ള ചില ഗുണങ്ങളുടെ പേരിലാണ് സ്നേഹിക്കുക. ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു വസ്തുവെ സ്നേഹിക്കുമ്പോൾ ആ വസ്തുവിൽ ആ വ്യക്തിയിൽ ഉള്ള ഗുണങ്ങളുടെ പേരിൽ ആണ് സ്നേഹിക്കുക. അത് ആ വ്യക്തിയിൽ അല്ലെങ്കിൽ ആ വസ്തുവിൽ നിലകൊള്ളുന്ന വിശേഷണമായിരിക്കണം. അത് ഗുണം എന്ന് പറഞ്ഞാൽ അത് പലതരത്തിലുണ്ടാവാം. പ്രകടമായി പുറമേ കാണുന്നതുണ്ടാവാം, കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്നതുണ്ടാവാം ചില ഗുണങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ അകക്കണ്ണുകൊണ്ട് മനസ്സിലാക്കേണ്ടുന്ന ഗുണങ്ങൾ ഉണ്ടാവാം, പലതരത്തിലും. പക്ഷെ അതൊക്കെ ഈ വ്യക്തിയിൽ അല്ലെങ്കിൽ ആ വസ്തുവിൽ നിലകൊള്ളുന്നതായിരിക്കണം. ഉദാഹരണമായി പറഞ്ഞാൽ, ഭംഗിയുണ്ടായാൽ സ്നേഹമുണ്ടാകും. ഭംഗി ഉണ്ടാകുക എന്നത് സ്നേഹം ഉണ്ടാക്കുന്ന പിടിച്ചുപറ്റുന്ന ഒരു കാര്യമാണ്. അത് കണ്ണുകൊണ്ട് കാണുന്ന ഒരു കാര്യമാണ്. ഭംഗിയുള്ള ആളെ സ്നേഹിക്കുക എന്നത് മനുഷ്യ സഹജമാണ്. ആ ഭംഗി എന്ന് പറയുന്നത് അയാൾ സ്വന്തം ഉണ്ടാക്കിയെടുത്തതൊന്നുമല്ല, അയാൾ സ്വന്തം അധ്വാനിച്ച് നേടിയെടുത്തതൊന്നുമല്ല. അത് പക്ഷെ അതൊരു വിശേഷണമാണ്. ആ വിശേഷണം ആ വ്യക്തിയിൽ അല്ലെങ്കിൽ ആ വസ്തുവിൽ നിലകൊള്ളുന്നതാണ്. ആ വ്യക്തിയിലോ ആ വസ്തുവിലോ നിലകൊള്ളുന്നതാണ് ഏത് ഭംഗി എന്ന് പറയുന്നത്. അതുകൊണ്ട് അതിന്റെ പേരിൽ സ്നേഹമുണ്ടാകും. അതുപോലെ ഏതെങ്കിലും കണ്ണുകൊണ്ട് അല്ലെങ്കിൽ മറ്റ് അവയവങ്ങളെ കൊണ്ട് നാം മനസ്സിലാക്കിയെടുക്കുന്ന, തൊട്ടുകൊണ്ടോ കേട്ടുകൊണ്ടോ ഒക്കെ മനസ്സിലാക്കിയെടുക്കുന്ന ഈ പൂർണ്ണതകളും മഹത്വങ്ങളും ഗുണങ്ങളും അതിന്റെ പേരിൽ മഹബത്തുണ്ടാവാം, ഭംഗിയുള്ളതിന്റെ പേരിൽ ഉണ്ടാവാം. അതല്ലെങ്കിൽ മറ്റു ചില തരത്തിൽ വ്യക്തികളിൽ നിലകൊള്ളുന്ന നല്ല ബുദ്ധിമാനായ ഒരാൾ, നല്ല അറിവുള്ള ഒരാൾ, നല്ല സ്വഭാവമുള്ള ഒരാൾ, നല്ല പെരുമാറ്റമുള്ള, അങ്ങനെ തുടങ്ങി വ്യക്തികളിൽ കണ്ണുകൊണ്ട് കാണുന്നതല്ലാത്ത അകക്കണ്ണുകൊണ്ട് മനസ്സിലാക്കേണ്ടുന്ന വിശേഷണങ്ങൾ, അതിന്റെ പേരിലും മഹബത്തുണ്ടാകും. അതിന്റെ പേരിലും മഹബത്തുണ്ടാകും. അതും യഥാർത്ഥത്തിൽ ആ വ്യക്തിയിൽ നിലകൊള്ളുന്നതാണ്. ആ വ്യക്തിയിൽ നിലകൊള്ളുന്നതാണ്. ഇത് പല തരത്തിലാവും ജനങ്ങളിൽ ആളുകൾ പ്രകടമാവുക. ഇപ്പൊ ചില നടീനടന്മാരെ സ്നേഹിക്കുന്ന ആളുകളുണ്ട്, കണ്ണടച്ച് സ്നേഹിക്കുന്ന ആളുകളുണ്ട്. അല്ലെങ്കിൽ ചില കളിക്കാരെ സ്നേഹിക്കുന്ന ആളുകളുണ്ട്. അതുപോലെയുള്ള രാഷ്ട്രീയ നേതാക്കന്മാരെ പോലെയുള്ള ആളുകളൊക്കെ സ്നേഹിക്കുന്ന ആളുകളുണ്ട്. ആ ആളുകൾ അവരെ സ്നേഹിക്കുന്നത് എന്തുകൊണ്ടാ? ഇവർ അവരിൽ എന്തോ ചില നന്മകളായി അവരുടെ വ്യക്തിയിൽ നിലകൊള്ളുന്ന ചില ഗുണമേന്മകൾ അവരിൽ മനസ്സിലാക്കുന്നു, കാണുന്നു, അതിന്റെ പേരിൽ സ്നേഹിക്കുന്നു. ആ സ്നേഹം അവരുടെ മനസ്സിൽ സ്ഥാനം പിടിച്ചപ്പോ അവർ എന്താണോ പറയുന്നത്, അവരെന്താണോ പ്രവർത്തിക്കുന്നത്, അതിനെ അനുകരിക്കാനുള്ള ഒരു മാനസികമായ അവസ്ഥ ഇവനിൽ ഉണ്ടായിത്തീരുകയും ചെയ്യുന്നു. സിനിമാ നടിയായ അല്ലെങ്കിൽ സിനിമാ നടനായ ഒരുത്തൻ മുടിവെട്ടുമ്പോൾ ഒസാന് കൈപ്പിഴവ് സംഭവിച്ചു പോയി. അങ്ങനെ ഇവൻ മുടി വെട്ടിയത് എന്തായി പോയി? എന്തോ അബദ്ധത്തിൽ ഏതോ കോലത്തിൽ വന്നു. അങ്ങനെ ഇവൻ പുറത്ത് പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഇവനെ സ്നേഹിക്കുന്ന ഒരുത്തൻ എന്ത് ചെയ്തു? ഇവനെ കണ്ണടച്ചിങ്ങനെ അനുകരിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് വേറൊരുത്തൻ. അപ്പോ ഇവൻ പ്രത്യക്ഷപ്പെട്ടപ്പോ ഏതോ ഒരു ദജ്ജാലിന്റെ കോലത്തിൽ ഇവൻ അങ്ങനെ പുറത്തു വന്നെങ്കിലും യഥാർത്ഥത്തിൽ ഇത് വലിയൊരു കാര്യമായി ഇവൻ മനസ്സിലാക്കി. ഈ സാധു പോയിട്ട് എന്ത് ചെയ്തു? അതേപോലെ മുടിവെട്ടി. എന്നിട്ട് ഇങ്ങനെ നടക്കുകയാണ്. ഇതിന്റെ പേരെന്താണ്? ഇവന്റെ മനസ്സിൽ ആ ഒരു മഹബത്ത് എന്ന് പറയുന്നത് അങ്ങോട്ട് സ്ഥാനം പിടിച്ചപ്പോ ആരെയാണോ സ്നേഹിക്കുന്നത്, സ്നേഹിക്കപ്പെടുന്നവൻ എന്തു ചെയ്താലും അത് കണ്ണടച്ച് അനുകരിക്കാനുള്ള മാനസികാവസ്ഥ, അതാണ് ഇത്തിബാ. ഇതിനാണ് ഇത്തിബാ എന്ന് പറയുക. ഇത്തിബാ എന്ന് പറഞ്ഞാൽ അനുകരിക്കുക എന്നതാണ്. ത്വാഅത്ത് എന്ന് പറഞ്ഞാൽ അനുസരിക്കുക എന്നതാണ്. രണ്ടും തമ്മിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ഇത്തിബാ എന്ന് പറഞ്ഞാൽ അനുകരിക്കുക. അനുകരിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ മറ്റൊന്നും ആലോചിക്കലില്ല. എന്താണ് പിൻപറ്റുക എന്നൊക്കെ പറയലോ, പിന്തുടരുക, പിൻപറ്റുക. ഇത്തിബാ എന്ന് പറഞ്ഞാൽ ആരെയാണോ പിന്തുടരുന്നത് അയാൾ എങ്ങോട്ടാ പോകുന്നത് അങ്ങോട്ട് പോവുക. അയാൾ എന്താ പ്രവർത്തിക്കുന്നത് അതുപോലെ പ്രവർത്തിക്കുക. അയാൾ എന്താ പറയുന്നത് അയാൾ അതുപോലെ പ്രവർത്തിക്കുക. ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി സ്വലാം ഖദർ അലൈഹി സ്വലാമിന്റെ അടുത്ത് ചെന്നിട്ട് എന്ത് പറഞ്ഞു? ഹൽ അത്തബിഉക, ഞാൻ നിങ്ങളെ ഇത്തിബാ ചെയ്യട്ടെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എങ്ങോട്ടാ പോകണം, നിങ്ങളെ പിന്നാലെ ഞാൻ ഇങ്ങനെ വരട്ടെ, നിങ്ങളെ പിന്നാലെ ഇങ്ങനെ നടക്കട്ടെ. അതാണല്ലോ, നിങ്ങളെ പിന്നാലെ ഞാൻ അങ്ങനെ നടന്നോളാം. അതാണ് ഇത്തിബാ.
അപ്പൊ ആരെയാണോ സ്നേഹിക്കുന്നത് ആ സ്നേഹിക്കുന്ന ആളെ ഇത്തിബാ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? ആ സ്നേഹിക്കുന്ന ആൾ എന്താ കാട്ടുന്നതൊക്കെ അതൊക്കെ ഇയാളും പ്രവർത്തിക്കുക, അല്ലെങ്കിൽ അയാൾ എന്താ എങ്ങനെ ജീവിക്കുന്നത് അതുപോലെ അതൊക്കെ ഇയാളും പ്രവർത്തിക്കുക. അതന്നെ ഇതാണ് ഇത്തിബാ എന്ന് പറഞ്ഞാൽ. ത്വാഅത്താവുമ്പോ ഇത്തിബായിലും ത്വാഅത്തുണ്ടാകും, അല്ലാതെയും, അതായത് മഹബത്തോട് കൂടെയും ത്വാഅത്തുണ്ടാകും, മഹബത്തില്ലെങ്കിലും ചിലപ്പോൾ ത്വാഅത്തുണ്ടാകും. ചില ആളുകളെ നമ്മൾ മേലെ നിന്നൊരു ഓർഡർ വരുമ്പോ അത് അനുസരിക്കേണ്ടി വരും. മേലെ നിന്നൊരു ഓർഡർ വരുമ്പോ തള്ളിക്കളയാൻ പറ്റാത്ത നിലക്കതിന് വരുമ്പോ അത് അനുസരിക്കേണ്ടി വരും. അത് ചിലപ്പോൾ മഹബത്തോട് കൂടെ ഒന്നും ആയിക്കൊള്ളുന്നില്ല, ഓർഡർ നൽകുന്നവനെ മഹബത്ത് ചെയ്തുകൊണ്ടൊന്നും ആയിക്കൊള്ളുന്നില്ല. അപ്പൊ മഹബത്തോട് കൂടെയും അല്ലാതെയും ഏതുണ്ടാകും? ത്വാഅത്തുണ്ടായിരിക്കും. ഇത്തിബാ എന്ന് പറഞ്ഞാൽ അത് യഥാർത്ഥത്തിൽ സാധാരണ ഉണ്ടാകുന്നത് ഈ മഹബത്തോട് കൂടെയാണ്. അത് കണ്ണടച്ച് അങ്ങനെ പോയിക്കോളും പിന്നാലെ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മഹബത്ത് ചെയ്യണം. ആ മഹബത്ത് ചെയ്യുന്നതിലൂടെയാണ് ഫത്തബിഊൻ, മഹബത്ത് ഉണ്ടാകുമ്പോൾ ഇത്തിബാ ഉണ്ടാവും. ഇൻ കുന്തും തുഹിബ്ബൂന അല്ലാഹ, മഹബത്തുണ്ടെങ്കിൽ ഫത്തബിഊനി, അപ്പോൾ ഇത്തിബാ ഉണ്ടാവും. മഹബത്തും ഇത്തിബാവും തമ്മിൽ വളരെ അഭേദമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ്. മഹബത്തുണ്ടെങ്കിൽ അപ്പൊ അതിനോട് തുടർന്നുകൊണ്ട് ഇത്തിബാ ഉണ്ടായിരിക്കും. അപ്പോ ഇത്തിബാ എന്ന് പറഞ്ഞ കണ്ണടച്ചങ്ങോട്ട് അനുകരിക്കല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ യഥാർത്ഥത്തിൽ മഹബത്ത് ചെയ്യുന്നുണ്ടെങ്കിൽ ആ മഹബത്ത് എത്രത്തോളം ദൃഢവും ശക്തവുമാണോ അത്രയും കണ്ണടച്ച ഇത്തിബാ ഉണ്ടായിരിക്കും. അവിടെ പിന്നെ സംശയങ്ങളില്ല. റസൂലുള്ളാഹിയിൽ നിന്ന് എന്തങ്ങോട്ട് കണ്ടാലും കേട്ടാലും വന്നാലും അറിഞ്ഞാലും അത് അങ്ങനെ തന്നെ അങ്ങോട്ട് പകർത്തുക. അവിടെ വേറെ സംശയങ്ങളോ വേറെ അതിന് വിമുഖത കാണിക്കുകയോ ആ വക ഏർപ്പാടൊന്നുമില്ല. അതുകൊണ്ടാണ് ഇത്തിബാഇന് ഏത് അനിവാര്യമാണ് മഹബത്ത് വേണമെന്ന് പറഞ്ഞത്. ഇത്തിബാ ആണെങ്കിലും ത്വാഅത്താണെങ്കിലും അതൊക്കെ എന്തിൽ നിന്നുണ്ടായിരിക്കണം? യഥാർത്ഥത്തിൽ മഹബത്തിൽ നിന്നുണ്ടായിരിക്കണം. അപ്പോഴേ അത് പൂർണ്ണാർത്ഥത്തിൽ അങ്ങോട്ട് പ്രാവർത്തികമാവുകയുള്ളൂ. മഹബത്ത് മനസ്സിലില്ലാത്ത സാഹചര്യത്തിൽ പിന്നെ ഉണ്ടാകുന്നത് ഏതാവില്ല? ത്വാഅത്തും അല്ല, ഇത്തിബാഉം ആവില്ല. അത് സ്വീകരിക്കപ്പെടുകയുമില്ല. മഹബത്ത് ഇല്ലാതെ പുറമേ വരുന്ന ഈമാനും പുറമേ പ്രകടമാകുന്ന അനുസരണയും വെറും പ്രകടനങ്ങളും അഭിനയങ്ങളും ആംഗ്യങ്ങളും നാവ് കൊണ്ട് പറയുന്ന കാപഢ്യത്തിൽ മാത്രം നിലകൊള്ളുന്ന ഈമാനും മാത്രമായിരിക്കും. അല്ലാതെ മഹബത്ത് ഉള്ള മനസ്സാണെങ്കിൽ പിന്നെ അയാളുടെ പ്രവൃത്തികളൊക്കെയും ഇത്തിബാ ആയിരിക്കും. എത്രത്തോളം മഹബത്തിന് ശക്തിയുണ്ടോ അത്രയും ഇത്തിബാ അങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. അവിടെ പിന്നെ അവനക്ക് സംശയങ്ങളും തർക്കങ്ങളും ആലോചനകളും തന്റെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പറ്റും. നബി ഇപ്പൊ ഈ പറഞ്ഞ കാര്യം എനിക്കങ്ങനെ മനസ്സിലാക്കാൻ പറ്റണില്ലല്ലോ, ഉണ്ടല്ലോ, ആ വിഷയങ്ങൾക്കൊന്നും അവിടെ പിന്നെ ഒരു സ്ഥാനം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് മഹബത്ത് ഉണ്ടാക്കിയെടുക്കണം എന്നാലേ ഇത്തിബാ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് ഇസ്ലാമിന്റെ ശത്രുക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബത്ത് മനുഷ്യ മനസ്സിൽ നിന്ന്, ഉമ്മത്തിന്റെ മനസ്സിൽ നിന്ന് എടുത്തു കളയാൻ വേണ്ടി ശ്രമം നടത്തുന്നതും. അത് അവർക്ക് തിരിച്ചറിവുണ്ട്. നമ്മിൽപ്പെട്ട പലർക്കും അതില്ലാതെ പോകുന്നതാണ് ഖേദകരം. ഏതെങ്കിലും ആവട്ടെ, ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു പറയാണപ്പം, അപ്പൊ മഹാസിനു സാബിത്തത്തി ഫീ നഫ്സിഹി, അവന്റെ ഏത് വ്യക്തിയെ സ്നേഹിക്കുന്നോ, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യമല്ല പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ സ്ഥിരപ്പെട്ടിട്ടുള്ള അവരുടെ വ്യക്തിത്വത്തിൽ ഉള്ള മഹത്വങ്ങളെ ബഹുമാനങ്ങളെ മനസ്സിലാക്കലാണ്. അതില്ലാതിരുന്നാൽ ഏത് വരില്ല? മഹബത്ത് വരില്ല. അതായത് ഞാൻ പറഞ്ഞു വരുന്നത്, മഹബത്ത് ഉണ്ടാകുന്നത് വ്യക്തിയിൽ നിലകൊള്ളുന്ന ഗുണങ്ങളുടെ പേരിലാണ് മഹബത്ത് ഉണ്ടാവുക എന്നല്ലാതെ വ്യക്തിയിൽ നിലകൊള്ളുന്നതല്ലാത്ത ചില കാര്യങ്ങളുടെ പേരിൽ മഹബത്ത് ഉണ്ടാകൂല. ഇപ്പൊ ഒരാൾ വലിയ സമ്പന്നനാണ്, സമ്പന്നനായതിന്റെ പേരിൽ ആരെങ്കിലും സ്നേഹിക്കാറുണ്ടോ? മഹബത്ത് ചെയ്യാറുണ്ടോ? ഇല്ല. സമ്പന്നനാണെന്നതിന്റെ പേരിൽ ആരും ആരെയും സ്നേഹിക്കാറില്ല. പിന്നെ സ്നേഹം പ്രകടിപ്പിച്ചിങ്ങനെ നടക്കുകയൊക്കെ ചെയ്യും, പിന്നാലെ സ്നേഹം പ്രകടമാക്കും. അത് ഞാൻ നേരത്തെ പറഞ്ഞ സ്നേഹമാണ്. അത് യഥാർത്ഥത്തിൽ ഏതല്ല, മനസ്സിലുള്ള അവസ്ഥയിൽ നിന്ന് വരുന്ന പ്രകടനങ്ങളല്ല. അത് പുറമേ മാത്രം ഒതുങ്ങി നിൽക്കുക. ചില കാര്യലാഭങ്ങൾക്ക് വേണ്ടി ഏത് ചെയ്യും? ഒരാളുടെ കയ്യിൽ ബാങ്ക് അക്കൗണ്ട് വളരെയേറെ ഉള്ള ഒരാളാണ്, അല്ലെങ്കിൽ വലിയ വാഹനമുള്ള ആളാണ്. വലിയ വാഹനത്തിലാണ് മൂപ്പര് വരിക, നല്ല വിലപ്പിടിപ്പുള്ള 10 ലക്ഷം, അങ്ങനല്ലേ, 10 ലക്ഷം അല്ലെ, 10 ലക്ഷം വിലയുള്ള കാറിലാണ് മൂപ്പര് വരിക. അപ്പൊ എന്ത് ചെയ്തു? അതിന്റെ പേരിൽ മൂപ്പരെ മഹബത്ത് ചെയ്യാൻ കുറെ ആളുകൾ. അതല്ലെങ്കിൽ മൂപ്പരുടെ പേരിൽ ഇരുന്ന് കണ്ടമാനം സ്വത്തുണ്ട്, പല സിറ്റികളുണ്ട്, വലിയ ബിൽഡിങ്ങുകളുണ്ട്, അങ്ങനെ പല ഏർപ്പാടുണ്ട്, സിമന്റ്, ആട്, മാട്, അങ്ങനെ തുടങ്ങി പല പരിപാടി മൂപ്പർക്കുണ്ട്. അതിന്റെ പേരിൽ ഏതുണ്ടാവില്ല? മഹബത്തൊന്നും ഉണ്ടാവില്ല. അതൊക്കെ അത് കാരണം ഇതൊന്നും വ്യക്തിയിൽ നിലകൊള്ളുന്ന വിശേഷണങ്ങളല്ല. അതുകൊണ്ട് തന്നെ അതിന്റെ പേരിൽ ഏതുണ്ടാകില്ല? മഹബത്ത് ഉണ്ടാകില്ല. മഹബത്ത് പറയുന്നുണ്ടെങ്കിൽ അത് വെറും അഭിനയങ്ങൾ മാത്രമാണ്.
അത് അഭിനയങ്ങളാ. യഥാർത്ഥത്തിൽ അതിന് വസ്തുതാപരമായി അതിന് യാതൊരു ബന്ധമല്ല. അതുകൊണ്ട് തന്നെ ആണ് ഇമാം ബൈഹഖി പറയുന്നത് മൽ മഹാസിനി സാബിതത്തി ഫീ ലഹു ഫീ നഫ്സിഹി, അവരുടെ റസൂലുള്ളാഹിയുടെ നഫ്സിൽ സ്ഥിരപ്പെട്ടിട്ടുള്ള വ്യക്തിയിൽ നിലകൊള്ളുന്ന മഹത്വങ്ങളൊക്കെ ഉണ്ടായിരിക്കണം. അതിനെ മനസ്സിലാക്കലാണ്. സുമ്മാല ഹുസ്നി ആസാരിഹി ഫീ ദീനില്ലാഹി അസ്സ വജല്ല, പിന്നെ അല്ലാഹുവിന്റെ ദീനിൽ റസൂലുള്ളാഹിയുടെ അധ്വാനത്തിലൂടെ ഉണ്ടായിട്ടുള്ള ഗുണമേന്മകൾ, വിജയങ്ങൾ, മുന്നേറ്റങ്ങൾ അതൊക്കെ മനസ്സിലാക്കുക. അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹിച്ച പ്രയാസങ്ങളും അതിന്റെ പേരിൽ ഉണ്ടായിട്ടുള്ള മുന്നേറ്റങ്ങളും ദീനിന് റസൂലുള്ളാഹി ചെയ്തിട്ടുള്ള ഖിദ്മാത്തുകളും അതൊക്കെ മനസ്സിലാക്കണം. വമാ യജിബു ലഹു മിനൽ ഹഖ് അലാ ഉമ്മത്തിഹി ശർഅൻ വആദതൻ, എന്തു മനസ്സിലാക്കണം? റസൂലുള്ളാഹിക്ക് ചില അവകാശങ്ങൾ, ചില ഹക്കുകളുണ്ട് ഉമ്മത്തിന്റെ മേൽ. ഉമ്മത്ത് റസൂലുള്ളാഹിയോട് കടപ്പെട്ടിരിക്കുന്നു, ഹക്കുകളുണ്ട്. ഉമ്മത്തിന് റസൂലുള്ളാഹിയോട് ചില ഹക്കുകളുണ്ട്, കടപ്പാടുകളുണ്ട്. അതെങ്ങനെ? അതേതൊക്കെയാണ്? അത് ശർഅൻ വആദതൻ, റസൂലുള്ളാഹിക്കുള്ള ഹക്ക് കടപ്പാടിലൂടെ റസൂലുള്ളാഹിയെ ശരിക്ക് മനസ്സിലാക്കേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട്. അത് ശർഅൻ വആദതൻ, ശർഈയായ നിലക്കുമുണ്ട്. ആദത്തൻ സാധാരണ ശർഇന്റെ പരിധിക്ക് അപ്പുറത്ത് നിന്നാലും ചില കാര്യങ്ങളുണ്ട്. ഉദാഹരണമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സ്നേഹിക്കാൻ പല കാരണങ്ങളുണ്ടാവും. ഇപ്പം ഭംഗിയുള്ള ആളെ സ്നേഹിക്കാറുണ്ട്, നല്ല ഭംഗിയുള്ള ഒരാളെ സ്നേഹിക്കാറുണ്ട്. എന്നാൽ ഭംഗി സ്നേഹത്തെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു കാര്യമാണ്, അത് വ്യക്തിയിൽ നിലകൊള്ളുന്നതാണ്. എന്നാൽ ഭംഗിയുടെ പേരിൽ ആരെയെങ്കിലും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആ സ്നേഹത്തിന് ഏറ്റവും അർഹനാരാണ്? ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഭംഗിയുടെ പ്രതീകമായിരുന്നു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഏറ്റവും വലിയ ഭംഗി റസൂലുള്ളാഹിക്കല്ലേ? ഏറ്റവും വലിയ ഭംഗി റസൂലുള്ളാഹിക്കല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോളം ഭംഗിയുള്ള ആരും ഇവിടെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഭംഗിയുടെ പേരിലും അതൊക്കെ സാധാരണ ഉണ്ടാകുന്ന വിഷയങ്ങളാണ്. അത്തരം കാരണങ്ങളാലും അതൊക്കെ നന്മകളാണ്, ചില ഗുണങ്ങളാണ്, സാധാരണ ഉണ്ടാകുന്ന കാര്യങ്ങളുമാണ്. അത്തരം കാര്യങ്ങളുടെ പേരിൽ ആരെയെങ്കിലും സ്നേഹിക്കുന്നുണ്ടെങ്കിലോ അതും റസൂലുള്ളാഹിക്കാണ് ഏറ്റവും അർഹതയുള്ളത്. എന്നാൽ ശർഈയായ നിലക്ക് നാം പരിശോധിക്കുമ്പോഴോ അത് ഏതെങ്കിലും റസൂലുള്ളാഹിക്കാണ് അതിന്റെ പൂർണ്ണമായ രൂപത്തിലുള്ളത്. അപ്പൊ ആ നിലക്കൊക്കെ റസൂലുള്ളാഹിയോടുള്ള സ്നേഹം ഉണ്ടാക്കാനുള്ള മാർഗങ്ങളാണ്. എന്നിട്ട് ഇമാം ബൈഹഖി പറയാൻ, ഫമൻ അഹാത ബിദാലിക, ഇത്തരം കാര്യങ്ങളൊക്കെ വിശദമായി കൃത്യമായി മനസ്സിലാക്കിയാൽ, വസലിമ അഖ്ലുഹു, ബുദ്ധിക്ക് തകരാറൊന്നും ഇല്ലാതിരിക്കുകയും ചെയ്താൽ, അതും കൂടി വേണം. കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നുണ്ട്, എല്ലാവർക്കും കാണാൻ പറ്റുന്ന തരത്തിൽ വളരെ വ്യക്തമായ കാര്യങ്ങളാണ്, എല്ലാവർക്കും മനസ്സിലാകുന്ന തരത്തിൽ കാര്യങ്ങൾ വ്യക്തമാണ്. പക്ഷെ എന്താണ്? മന്ദബുദ്ധിയാണ്, അല്ലെങ്കിൽ എന്തോ ചില മർക്കടമുഷ്ടിയുള്ള ആളുകളാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ പരിപൂർണതകളും മഹത്വങ്ങളും അവരുടെ വിശേഷണങ്ങളും എല്ലാം വളരെ കൃത്യമാണ്, പകൽ വെളിച്ചം പോലെ വ്യക്തമാണ്. എന്നിട്ടും ചില ആളുകൾ എന്ത് ചെയ്യും? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വികൃതമാക്കാനും പ്രാകൃതനായിരുന്നു എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിൽ ചില മുടിക്കെട്ടുകളൊക്കെ, വൈക്കോലുണ്ട പോലെയുള്ള മുടിക്കെട്ടുകൾ റസൂലുള്ളാഹിന്റെ തലയിലേക്ക് വെച്ചുകൊടുത്ത് റസൂലുള്ളാഹിയെ പ്രാകൃതനാക്കി തെറ്റിദ്ധരിപ്പിക്കാനോ ഇതൊക്കെ ശ്രമിക്കുന്നത് എന്താ? ആർക്കെങ്കിലും മനസ്സിലാവാത്തത് കൊണ്ടാ. 6 കൊല്ലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുടിവെട്ടാതെ നടന്നിട്ട് പെണ്ണുങ്ങൾ വെക്കുന്നതിനേക്കാൾ വലിയ മുടിക്കെട്ടുകൾ, വൈക്കോലുണ്ടകളെ പോലെ അങ്ങനെ ഞാന്ന് കിടക്കുന്ന മുടിക്കെട്ടുകൾ റസൂലുള്ളാഹിന്റെ തലയിലുണ്ടായിരുന്നു എന്ന് പറയുന്നത് എന്തുകൊണ്ടാ? അതാർക്കെങ്കിലും മനസ്സിലാവാത്തതുകൊണ്ടാ. മനസ്സിലാകാത്തതായി ഒരുത്തനും അക്കൂട്ടത്തിൽ ഇല്ലാന്ന് അവരെന്നല്ലേ പറയണത്. ഇത് കള്ളത്തരമാണ് എന്ന് മനസ്സിലാകാത്ത ഒരുത്തനും അക്കൂട്ടത്തിലില്ല. അപ്പൊ എല്ലാവർക്കും വ്യക്തമാണ് കാര്യം. പിന്നെന്താ കുഴപ്പം? അതാണ് ഇമാം ബൈഹഖി പറയും, ഇത്തരക്കാരൊക്കെ വരുമെന്ന് ഇവർക്കും അറിയാം. മഹാന്മാരായ പണ്ഡിതന്മാരത് എഴുതുന്നുണ്ടില്ലേ? ഇതൊക്കെ മനസ്സിലാക്കിയാൽ എന്ന് പറഞ്ഞു നിർത്തിയല്ലോ ചെയ്തത്. വസലിമ അഖ്ലുഹു, ഇവന്റെ സമനിലക്ക് തകരാറില്ലാതിരിക്കുകയും ചെയ്താൽ, എന്നാൽ അലിമ, ഇവൻക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇക്കാര്യങ്ങളൊക്കെ കൃത്യമാണെങ്കിൽ അലിമ, ഇവന് മനസ്സിലാക്കാൻ കഴിയും. അന്നഹു അഹഖു ബിൽ മഹബ്ബത്തി, മഹബ്ബത്ത് ചെയ്യാൻ ഏറ്റവും അർഹതപ്പെട്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. മിനൽ വാലിദിൽ ഫാളിൽ ഫീ നഫ്സിഹി അൽ ബർരി ഷഫീഖി അലാ വലദിഹി, ഒരു പിതാവ് അയാൾ നല്ല മനുഷ്യനാണ്, അയാൾ സ്വയം ജീവിതത്തിൽ നല്ല മനുഷ്യനാണ്, തന്റെ മക്കളോട് വളരെ സ്നേഹമുള്ളവനാണ്, അവന്റെ ജീവിതത്തിൽ എല്ലാവരോടും നല്ല സ്നേഹമുള്ളവനാണ്, മക്കൾക്ക് വേണ്ടി എന്തും ചെയ്തു കൊടുക്കുന്ന നല്ല ദയാലുവായ ഒരു പിതാവ്. ആ പിതാവിന് എന്തായാലും മക്കൾ സ്നേഹിക്കും. എന്നാൽ അവനേക്കാൾ സ്നേഹിക്കപ്പെടാൻ അർഹൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണെന്ന് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയാൽ ഈവന് ബോധ്യപ്പെടുന്ന കാര്യമാണ്. അങ്ങനെ പറഞ്ഞു വെച്ചിട്ട് പിന്നെ ഇമാം ബൈഹഖി പറയാം, ഈ മദ്ഹുകളെ മനസ്സിലാക്കലാണ് ഇതിനുള്ള മാർഗമെന്ന് ഇപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞല്ലോ. ഈ മദ്ഹുകളെ മനസ്സിലാക്കുക എന്ന് പറഞ്ഞിട്ട് പിന്നെ തുടർന്ന് പറയാൻ, വമദാഇഹു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹുകൾ എന്ന് പറഞ്ഞാൽ എന്താ? റസൂലുള്ളാഹിയുടെ മദ്ഹുകൾ എന്ന് പറഞ്ഞാൽ എന്താ? അതെന്താ പറഞ്ഞാൽ അവസാനിപ്പിക്കാൻ പറ്റുക? കസീറത്തുൻ,
അത് അറ്റമില്ലാത്തതാണ്, അത് ധാരാളമാണ്. അപ്പൊ റസൂലുള്ളാഹിയെ മനസ്സിലാക്കാനും സ്നേഹിക്കാനും ഉദ്ദേശിക്കുന്നുവെങ്കിൽ മദ്ഹന്നെ അടിസ്ഥാന മാർഗം, വേറെ മാർഗമൊന്നുമില്ല. അത് തള്ളിക്കഴിഞ്ഞാൽ പിന്നെ മഹബത്തും കൊണ്ട് കടക്കൂല. അതുകൊണ്ട് അതിനുള്ള മാർഗം മദാഹികൾ അത് കസീറത്തുൻ ധാരാളമാണ്. മിൻഹാ അതിൽപ്പെട്ടത് ചിലതൊക്കെ നമുക്ക് ഞാൻ എടുത്തു പറയാം, അത് മുഴുവൻ പറഞ്ഞ് അവസാനിപ്പിക്കാൻ കഴിയില്ല. അതിൽപ്പെട്ടതാണ് ഷറഫു അസ്ലിഹി വതഹാറത്തു മൗലിദിഹി, അവിടുത്തെ അസ്ൽ റസൂലുള്ളാഹിയുടെ ഉപ്പമാരും ഉമ്മമാരും വലിയ മഹത്തുക്കളാണെന്ന് മനസ്സിലാക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹാണ്. വളരെ കൃത്യമായി മനസ്സിലാക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അസ്ൽ ഉപ്പമാരും ഉമ്മമാരും അവരൊക്കെ വലിയ ഷറഫുള്ളവരാണ്, മഹാന്മാരാണ്, ബഹുമാന്യരാണെന്ന് മനസ്സിലാക്കണം. വതഹാറത്തു മൗലിദിഹി, റസൂലുള്ളാഹിക്ക് ജന്മം നൽകിയ ആ കുടുംബം, റസൂലുള്ളാഹിക്ക് ജന്മം നൽകിയ ആ ഉപ്പമാരും ഉമ്മമാരും, ഏതൊക്കെ ഉപ്പമാരിലൂടെയാണോ റസൂലുള്ളാഹി ഇങ്ങോട്ട് കടന്നു വന്നത്, ഏതൊക്കെ ഉമ്മമാരുടെ ഗർഭപാത്രത്തിലൂടെയാണോ ഇങ്ങോട്ട് കടന്നു വന്നത്, അവരൊക്കെ ഏറ്റവും ശുദ്ധരാണ്, ശുദ്ധിയുള്ളവരാണ്. എന്നാണ് പറയുന്നത്, ശുദ്ധിയുള്ളവരാണ് എന്ന് മനസ്സിലാക്കുന്നത് റസൂലുള്ളാഹിയുടെ മദ്ഹാണ്. അത് മനസ്സിലാക്കുന്നത് റസൂലുള്ളാഹിയുടെ മദ്ഹാണ് എന്ന് വളരെ കൃത്യമായ കാര്യം മനസ്സിലാക്കണം. റസൂലുള്ളാഹിയുടെ മാതാപിതാക്കളെ സംബന്ധിച്ച് അവർ വലിയ മഹാന്മാരാണ്, നല്ലവരാണ്, ശുദ്ധരാണ് എന്ന് മനസ്സിലാക്കുന്നത് ആരെ മനസ്സിലാക്കുകയാണ്, ആരെ മദ്ഹ് ചെയ്യലാണ്? റസൂലുള്ളാഹിനെ മദ്ഹ് ചെയ്യലാണ്. ഇതൊക്കെ റസൂലുള്ളാഹിന്റെ മദ്ഹാണെന്നാ പറയുന്നത്. അവർ മഹാന്മാരാണെന്ന് പറയുന്നത് റസൂലുള്ളാഹിന്റെ മദ്ഹാണ്. അഥവാ അവരെ സംബന്ധിച്ച് അനാവശ്യം പറയുന്നത്, അവരെ താഴ്ത്തിക്കെട്ടുന്നത്, അവരെ സംബന്ധിച്ച് അരുതാത്തതായി എന്തെങ്കിലും പറയുന്നത് യഥാർത്ഥത്തിൽ അവരെ പറയലല്ല, റസൂലുള്ളാഹിയുടെ മോശം പറയലാണ്. അവരെ മോശമാക്കുന്നത് റസൂലുള്ളാഹിയെ മോശമാക്കലാണ്. കാരണം അവരെ മദ്ഹ് പറയൽ റസൂലുള്ളാഹിയെ മദ്ഹ് പറയലാണെന്നല്ലേ പറഞ്ഞത്. എങ്കിൽ അവരെ മോശമാക്കൽ റസൂലുള്ളാഹിയെ മോശമാക്കലാണ്. റസൂലുള്ളാഹിയെ മോശമാക്കൽ അല്ലാഹുവിനെ പറയലാണ്. അല്ലാഹുവിനെ ബുദ്ധിമുട്ടിക്കുന്നവരെ ലഅനഹുമുല്ലാഹ്. ഇൻഷാ അല്ലാഹ് ഞാനത് പറയാൻ പോകുന്നുണ്ട്. അതൊന്ന്. അതുപോലെ തന്നെ വമിൻഹാ ഹുസ്നു ഖൽഖിഹി വഖുലുഖിഹി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരവും സ്വഭാവവും ഏറ്റവും ഭംഗിയുള്ളതാണെന്ന് മനസ്സിലാക്കൽ റസൂലുള്ളാഹിയുടെ മദ്ഹാൻ. വകറമു ഖസായിലിഹി വശമായിലിഹി, അവിടുത്തെ സ്വഭാവങ്ങളും അവിടുത്തെ വിശേഷങ്ങളും സ്വഭാവങ്ങളെ സംബന്ധിച്ച് നല്ല സ്വഭാവമുള്ളവരും ഏറ്റവും നല്ല ശരീരവും, അതും റസൂലുള്ളാഹിന്റെ മദ്ഹാൻ. റസൂലുള്ളാഹിയുടെ ശരീരം, സൃഷ്ടിപ്പ്, അവിടുത്തെ ശരീരം ഏറ്റവും നല്ല ഭംഗിയുള്ളതാണ്. അത് പിക്കൂട്ടിൽ പറയുന്നത് പോലെ പ്രാകൃതമെന്നല്ല, അത് ഏറ്റവും ഭംഗിയുള്ളതായിരുന്നു എന്ന് മനസ്സിലാക്കൽ റസൂലുള്ളാഹിന്റെ മദ്ഹാണ്, റസൂലുള്ളാഹിന്റെ മദ്ഹിൽപ്പെട്ടതാണ്. ഈ മുടി അള്ളാഹിന്റെ റസൂലിന്റെതല്ല എന്ന് മനസ്സിലാക്കൽ അള്ളാഹിന്റെ റസൂലിന്റെ മദ്ഹാണ്. ഇപ്പറയപ്പെടുന്ന കള്ളമുടി അള്ളാഹിന്റെ റസൂലിന്റെ തലയിൽ ഉണ്ടായിരുന്നതല്ല. റസൂലുള്ളാഹിന്റെ തലയിൽ അതുണ്ടായിരുന്നെങ്കിൽ റസൂലുള്ളാഹിന്റെ കോലം പ്രാകൃതമാകുമായിരുന്നു, വളരെ മോശമാകുമായിരുന്നു. അത് റസൂലുള്ളാഹിന്റെതല്ല എന്ന് മനസ്സിലാക്കൽ മദ്ഹാണ്. അത് റസൂലുള്ളാഹിയുടെ തലയിൽ ഉണ്ടായിരുന്നതായിരുന്നു എന്ന് പറഞ്ഞാൽ അങ്ങനെ മനസ്സിലാക്കുന്ന റസൂലുള്ളാഹിയെ മോശമാക്കലാണ്. അത് ഭംഗിയുള്ള കോലമല്ല. റസൂലുള്ളാഹിയുടെ ശരീരത്തിന്റെ രൂപം ഏറ്റവും ഭംഗിയുള്ളതായിരുന്നു എന്ന് മനസ്സിലാക്കലാണ് മദ്ഹ്. അങ്ങനെ ഇങ്ങോട്ട് പറഞ്ഞു വന്നിട്ട് ബഹുമാനപ്പെട്ട ഇമാം ബൈഹഖി പറഞ്ഞിങ്ങനെ കൊണ്ടുവരിക, അമ്മൽ മർത്തബത്തുൽ ഉൽമാ, റസൂലുള്ളാഹിയുടെ മഹത്വങ്ങൾ അങ്ങനെ ഓരോന്ന് പലതും ഇങ്ങനെ എണ്ണി വരികയാണെങ്കിൽ അവസാനം ഏറ്റവും വലിയ മദ്ഹ് എന്താണ്? വഹിയൻ നബുവത്തു, അത് റസൂലുള്ളാഹിയുടെ നബുവത്താണ്. വറിസാലത്തു, റസൂലുള്ളാഹിയുടെ റിസാലത്തും. ഇവിടെ അള്ളാഹുവിന്റെ അമ്പിയാക്കൾക്കും മുർസലീങ്ങൾക്കും നൽകപ്പെട്ട നബുവത്ത് റിസാലത്തുകളിൽ ഏറ്റവും ബഹുമാനമുള്ളതും ഏറ്റവും മഹത്വമുള്ളതും ഏറ്റവും വലുതുമായ ശക്തവുമായ നബുവത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന് മനസ്സിലാക്കലാണ് റസൂലുള്ളാഹിയുടെ മദ്ഹിൽ വെച്ചുകൊണ്ട് ഏറ്റവും വലിയ മദ്ഹ്. അവിടുത്തെ നബുവത്തിനെ സംബന്ധിച്ച് പറയാ, അവിടുത്തെ റിസാലത്തിനെ സംബന്ധിച്ച് പറയാ. ഫലഹു, റസൂലുള്ളാഹിക്കുണ്ട് ഫീഹാ മിനൽ മആസിരിർ റഫീഅത്തി ഉമൂമു റിസാലത്തിഹി സഖലൈൻ. ആ റിസാലത്തിനെ സംബന്ധിച്ച് നമ്മൾ ഇങ്ങോട്ട് പറയാൻ തുടങ്ങിയാലോ പിന്നെ ഒരറ്റമില്ല. ഉമൂമു റിസാലത്തിഹി സഖലൈൻ, എല്ലാ വർഗത്തിലേക്കും ജിന്നിലേക്കും ഇൻസിലേക്കും എല്ലാം അല്ലാഹുവിന്റെ റസൂൽ നിയോഗിക്കപ്പെട്ടു. അങ്ങനെ ആർക്കുമില്ല.
അതുപോലെ മശ്രിഖ് മഗ്രിബിന്റെ ഇടയിൽ എല്ലാ സ്ഥലത്തുള്ള ആളുകൾക്കുള്ള നബുവത്താണ്. അങ്ങനെ വേറെ ഒരാൾക്കുമില്ല. വഅന്നഹു ഖാതിമുൻ നബിയ്യീൻ, അവസാനത്തെ പ്രവാചകനാണ്. ഇനി അവർക്ക് ശേഷം ഒരു പ്രവാചകൻ വരില്ല. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? മുമ്പുള്ള അമ്പിയാക്കൾ വന്നിരുന്നു, അവർക്ക് ശരീഅത്ത് ഉണ്ടായിരുന്നു, അവർക്ക് നിയമങ്ങളും അള്ളാഹുവിന്റെ വിധിവിലക്കുകളൊക്കെ ഉണ്ടായിരുന്നു. അത് പിന്നീട് അമ്പിയാക്കൾ വരും, അല്ലെങ്കിൽ മുർസലീങ്ങൾ വരും. ആ ആദ്യത്തേതിന് മുൻപുണ്ടായിരുന്ന പ്രവാചകന്റെ നിയമങ്ങളിൽ മാറ്റങ്ങൾ വരേണ്ടി വരും, വ്യത്യാസങ്ങൾ വരുത്തേണ്ടി വരും. അങ്ങനെയുള്ള നിയമങ്ങളൊക്കെയാണ് അവർക്ക് നൽകിയത് എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖാതിമുൻ നബിയ്യീനാണെന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം എന്താ? ഇനി ഒരു പ്രവാചകൻ വരില്ല എന്ന് പറഞ്ഞാൽ വരേണ്ട ആവശ്യമില്ല. അന്ന് ആവശ്യമുണ്ടായിരുന്നു. ആ തരത്തിലുള്ള ശരീഅത്തുകളാണ്, നിയമങ്ങളാണ് അവർക്കൊക്കെ കൊടുത്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീഅത്ത് ഇനി തിരുത്താനോ ഇതിലെന്തെങ്കിലും കുറക്കാനോ ഏറ്റാനോ ഒരു പ്രവാചകൻ വരേണ്ട ആവശ്യമില്ല. അവിടത്തേക്ക് നൽകിയ ശരീഅത്ത് ഏറ്റവും സമ്പൂർണമാണ്, എക്കാലത്തും പ്രസക്തവുമാണ് എന്നാണ് ഇതിന്റെ അർത്ഥം. ഖാതിമുൻ നബിയ്യീനാൻ വസയ്യിദുൽ മുർസലീൻ, സർവ്വ മുർസലീങ്ങളുടെയും നേതാവാണ്. അക്രമുഹും ഫിദ്ദുനിയ ആലാമൻ, എല്ലാരെക്കാളും ഏറ്റവും ബഹുമാനമുള്ളവരാണ് എന്നിങ്ങനെ തുടങ്ങി നബുവത്ത് റിസാലത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞാൽ ഒരറ്റമില്ലാതെ പറയേണ്ടി വരും. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഏറ്റവും വലിയ മഹത്വവും. പറഞ്ഞ് എവിടുന്ന് തുടങ്ങി? അവിടുത്തെ മാതാപിതാക്കൾ അല്ലെങ്കിൽ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച തറവാട്, അതിന്റെ മഹത്വം പറയുന്നത് റസൂലുള്ളാഹിയുടെ മഹത്വം പറയലാണ്. അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു തുടങ്ങി അവസാനം നബുവത്തിലേക്ക് ഇങ്ങോട്ട് എത്തുകയാണ്. നബുവത്ത് വരെയുള്ള എല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹുകളാണ്, ബഹുമാനങ്ങളാണ്. ഇതൊക്കെ മനസ്സിലാക്കണം. അപ്പോൾ ആ മഹബ്ബത്ത് ഉണ്ടാവുള്ളൂ. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മനസ്സിലാക്കാൻ ഒരാൾ ഉദ്ദേശിക്കുന്നുവെങ്കിൽ, സ്നേഹിക്കാൻ ഒരാൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ എന്ത് വേണം? റസൂലുള്ളാഹിന്റെ മാതാപിതാക്കൾ വലിയ മഹാന്മാരാണെന്ന് മനസ്സിലാക്കണം. അപ്പോഴേ റസൂലുള്ളാഹിയുടെ മദ്ഹ് മനസ്സിലാക്കലാവുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചത് മുതൽക്ക് ജീവിച്ച കാലഘട്ടം ഏറ്റവും പരിശുദ്ധരും സംശുദ്ധവുമായ അള്ളാഹുവിന്റെ പ്രത്യേക നിയന്ത്രണത്തിൽ മേൽനോട്ടത്തിലുമാണ് അള്ളാഹു വളർത്തിക്കൊണ്ടുവന്നത് എന്ന് വിശ്വസിക്കണം, മനസ്സിലാക്കണം. അപ്പോഴേ റസൂലുള്ളാഹിയുടെ മദ്ഹ് മനസ്സിലാക്കലാവുള്ളൂ. നബുവത്ത് ലഭിച്ചത് മുതൽക്കുള്ള കാലഘട്ടം, അങ്ങനെ ലഭിച്ച നബുവത്ത് ഏറ്റവും ബഹുമാനമുള്ള നബുവത്താണെന്ന് മനസ്സിലാക്കണം. അപ്പോഴേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് ആവുള്ളൂ. അവരെ സംബന്ധിച്ച് ആരെങ്കിലും, റസൂലുള്ളാഹിന്റെ മാതാപിതാക്കളെ സംബന്ധിച്ചോ ആരെയെങ്കിലും സംബന്ധിച്ച് മോശം മനസ്സിലാക്കുന്നത് റസൂലുള്ളാഹിയെ മോശമാക്കലാണ് എന്നാണ് ഇതിന്റെ ചുരുക്കം. ഇങ്ങനെ മോശമാക്കാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തെ സംബന്ധിച്ച് മനസ്സിലാക്കണം. ബഹുമാനപ്പെട്ട ഇമാം ബൈഹഖി ശുഅബുൽ ഈമാനിൽ തന്നെ വളരെ വിശദമായി കൃത്യമായി പറയുന്നുണ്ട്, പല കാര്യങ്ങളും പറയുന്നുണ്ട്. അതായത് പറയാണ് വൈദാ ലഹറ, വളരെ വ്യക്തമായില്ലേ, അന്ന ഹുബ്ബ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിനെ ബഹുമാനിക്കുക എന്നത് മിനൽ ഈമാനി, അത് ഈമാനിന്റെ അടിത്തറ, ഈമാനിൽപ്പെട്ടതാണത്. റസൂലുള്ളാഹിയെ സ്നേഹിക്കുക എന്നതും ഈമാൻ എന്ന് പറയുന്നതല്ല, രണ്ടായി മാറുകയില്ല, അത് അതിൽപ്പെട്ടതാണ്. അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു വന്നിട്ട് അങ്ങനെ പറഞ്ഞു വരിക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ള ഒരുപാട് ഫളായിലുകളും മദാഹിഹുകളും അവരുടെ ബഹുമാനങ്ങളും മഹാസിനുകളും അതൊക്കെ റസൂലുള്ളാഹിക്ക് അല്ലാഹു തആല ഒരുമിച്ച് കൂട്ടിക്കൊടുത്തു എന്നിങ്ങനെ ഒക്കെ മനസ്സിലാക്കുക, അതൊക്കെ വ്യക്തമാവുകയും ചെയ്യുക. എന്നിട്ട് വൽ ഉലൂഇ ബിദിക്രിഹാ, ഈ മഹത്വങ്ങളൊക്കെ പറയുന്നത് ധാരാളം വർദ്ധിപ്പിക്കുകയും ചെയ്യുക. ഇതാരാ പറയണത്? ഇമാം ബൈഹഖി ഇമാം ഹലീമിയെ തൊട്ട് എടുത്തു പറയാണ്, രണ്ടാളും അംഗീകരിച്ച് പറയാൻ. വൽ ഉലൂഇ ബിദിക്രിഹാ, ആ മഹത്വങ്ങളും ബഹുമാന ആദരകൾ, ഇപ്പൊ നമ്മൾ ഇതുവരെ പറഞ്ഞ റസൂലുള്ളാഹിയുമായി ബന്ധപ്പെട്ടുള്ള മദായിഹുകളും ഫളുകളും ശ്രേഷ്ഠതകളും മഹത്വങ്ങളൊക്കെയും പറയുക എന്ന് മാത്രമല്ല, വൽ ഉലൂഇ ബിദിക്രിഹാ, അത് നല്ലവണ്ണം പറയണം. പറയുന്ന സ്വഭാവം ധാരാളമായി ഉണ്ടായിരിക്കുക വേണം. എപ്പോഴും അതിങ്ങനെ വർദ്ധിപ്പിച്ച് പറയണം, അത് മൂടി വെക്കല്ല വേണ്ടത്, അത് ധാരാളമായി പറയുകയും ചെയ്യുക. വയക്സാരി സ്വലാത്തി അലൈഹി, അവിടത്തെ മേൽ സ്വലാത്ത് ചെല്ലുന്നത് വർദ്ധിപ്പിക്കുകയും ചെയ്യണം. ആ സ്വഭാവം വേണം. ഇതൊക്കെ മനസ്സിലാക്കും. റസൂലുള്ളാഹിന്റെ മേൽ സ്വലാത്ത് എല്ലാം മടിയാണ്, അത് പറ്റില്ല. റസൂലുള്ളാഹിന്റെ മേൽ സ്വലാത്ത് ചെല്ലുന്നതും നാം വർദ്ധിപ്പിക്കണം. പിന്നെ വലുസൂമി ത്വാഅത്തിഹി, അവിടുത്തെ ത്വാഅത്തിനെ നാം മുറുകെ പിടിക്കണം. റസൂലുള്ളാഹിയോടുള്ള മഹബ്ബത്ത് എത്രത്തോളം ഉണ്ടാകുന്ന അത്രയും ത്വാഅത്ത് ഉണ്ടാകും, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. വൽ ഹിർസി
അലാ ഇൽഹാരി ദഅവതിഹി വ ഇഖാമത്തി ശരീഅതിഹി, ദീനിനു വേണ്ടി കഴിയുന്നതൊക്കെ പ്രവർത്തിക്കണം, അത് ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കണം, അതുവരെ നിലനിർത്തണം, ഇങ്ങനെ തുടങ്ങി അതിനൊക്കെ വേണ്ടി അധ്വാനിക്കുക. വത്തശബ്ബുബി, പിന്നെ പറയാം വത്തശബ്ബുബി, ഇത് വഴി കാരണമാക്കുകയും വേണം. ഏതൊക്കെ? റസൂലുള്ളാഹിന്റെ മദ്ഹ് പറഞ്ഞുകൊണ്ടും സ്വലാത്ത് ചൊല്ലിയും കൊണ്ടും റസൂലുള്ളാഹിക്ക് തആത്ത് ചെയ്തുകൊണ്ടും അവിടുത്തെ ദീനിനു വേണ്ടി ഖിദ്മത്ത് ചെയ്തുകൊണ്ടും ഇതൊക്കെ കാരണമാക്കുകയും വേണം. ഇലസ്തിഹ്ഖാഖി ശഫാഅത്തിഹി, റസൂലുള്ളാഹിന്റെ ശഫാഅത്ത് നേടിയെടുക്കാൻ കാരണമാക്കുകയും ചെയ്യാം. വബിൽ ഫർഹി ബിൽ കൗനി മിൻ ഉമ്മത്തിഹി, റസൂലുള്ളാഹിന്റെ ഉമ്മത്തിൽ പെടാൻ സാധിച്ചല്ലോ എന്ന വിഷയത്തിൽ സന്തോഷിക്കുകയും ചെയ്യുക. ഇങ്ങനെയൊക്കെ ചെയ്തു വന്നാൽ ഫമൻ ഫഅല മാ ദക്കർനാഹു, ഇങ്ങനെയൊക്കെ ഒരാൾ ചെയ്താൽ മദ്ഹ് പറയുകയും ധാരാളമായി റസൂലുള്ളാഹിന്റെ മദ്ഹ് പറയുകയും സ്വലാത്ത് വർദ്ധിപ്പിക്കുകയും അതിന്റെ ശേഷം പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ പ്രവർത്തിക്കുകയും അതുവഴി റസൂലുള്ളാഹിന്റെ ശഫാഅത്ത് കിട്ടാൻ വേണ്ടി ശ്രമിക്കുകയും അവിടുത്തെ ഉമ്മത്തിൽ പെട്ടതിന്റെ പേരിൽ സന്തോഷമുണ്ടാവുകയൊക്കെ ചെയ്താൽ, ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്താൽ ഫഖദ് അഹബ്ബഹു, അപ്പോൾ അവൻ റസൂലുള്ളാഹിനെ സ്നേഹിച്ച ആളാണ്. ഇതാണ് റസൂലുള്ളാഹിനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ, ഇതാണ് സ്നേഹിക്കാന്ന് പറഞ്ഞാൽ. എന്നല്ലാതെ 5 വക്ത് പള്ളിയിൽ പോയി നിസ്കരിക്കൽ മാത്രം മഹബത്ത് എന്ന് പറയും. അത് മഹബത്തിന്റെ ഒരു ഭാഗമാണ്. മഹബത്ത് എന്ന് പറഞ്ഞാൽ അതിൽ മാത്രം ഒതുങ്ങുന്നതല്ല, അതൊക്കെ മഹബത്തിന്റെ പ്രതിഫലനങ്ങളാണ്. പള്ളിയിൽ പോയി ആദ്യത്തെ വക്തിൽ ജമാഅത്തായി കൃത്യമായി നമസ്കരിക്കണം, വേണം, അതന്നെയാണ്. അതൊക്കെ മഹബത്തിന്റെ ഭാഗമാണ്. അത് വേണ്ടാന്നല്ല ഈ പറഞ്ഞതിന്റെ ചുരുക്കം. വേണം, ചെയ്യണം, അതൊക്കെ നിർബന്ധമായും കൊണ്ടു നടക്കണം. എന്നാൽ അതെന്നെ മഹബത്ത്, അതല്ല മഹബത്ത്, അത് മഹബത്തിന്റെ പ്രതിഫലനമാണ് എന്നാണ് നേരത്തെ പറഞ്ഞ ഇമാം ബുഖാരി അടക്കമുള്ള മഹാന്മാരായ പണ്ഡിതന്മാരൊക്കെ ഉദ്ധരിച്ച ഹദീസുകളിൽ നിന്നും മഹാന്മാരുടെ വിശദീകരണങ്ങളിൽ നിന്നും നമ്മൾ കണ്ടത്. പിന്നെ ആ മഹബത്ത് ചെയ്യുന്നതിൽ പെട്ടതാണ് ഇമാം ബൈഹഖി തന്നെ പറയാം, വദഖല ഫീ ജുംലത്തി മഹബ്ബത്തിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ മഹബത്ത് ചെയ്യുക, റസൂലിനെ മഹബത്ത് ചെയ്യുക എന്ന പരിധിയിൽ പെട്ടതാണ് ഹുബ്ബു ആലിഹി, റസൂലുള്ളാഹിന്റെ കുടുംബത്തെ സ്നേഹിക്കുക എന്നുള്ളതും. റസൂലുള്ളാഹിയെ സ്നേഹിക്കുന്നതിൽ പെട്ടത് തന്നെയാണ് റസൂലുള്ളാഹിയുടെ കുടുംബത്തെ സ്നേഹിക്കുക. ആരാണ് ഈ കുടുംബം? വഹും അഖ്രിബാഹുൽ ലദീന ഹുർരിമത് അലൈഹിമുസ് സദഖത്തു, സകാത്ത് കൊടുക്കൽ, സകാത്ത് വാങ്ങൽ ഹറാമായ ആളുകൾ ഉണ്ടല്ലോ, റസൂലുള്ളാഹിന്റെ കുടുംബം, അവരാണ് ഈ ആല് കുടുംബം എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവരെ മഹബത്ത് ചെയ്യുക എന്നത് ഏതാണ്? റസൂലുള്ളാഹിയെ മഹബത്ത് ചെയ്യലാണ്. റസൂലുള്ളാഹിയെ മഹബത്ത് ചെയ്യലാണ്. ഇത് നിർബന്ധമായ ഒരു കാര്യവും കൂടിയാണ്, വളരെ നിർബന്ധമായ കാര്യമാണ്. ബഹുമാനപ്പെട്ട അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു സംഭവം. അബ്ബാസ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് വളരെ കോപിതനായി, വളരെ കോപത്തോടുകൂടി, വളരെ വിഷമിച്ചുകൊണ്ട് കടന്നു വന്നു. അപ്പൊ റസൂലുള്ളാഹി ചോദിച്ചു, മാ അഗ്ളബക, എന്താണ് അങ്ങേക്ക് കോപമുണ്ടായിരിക്കുന്നത്, ദേഷ്യം എന്താണ്, എന്താ പ്രശ്നം എന്ന് ചോദിച്ചു. ഖാല യാ റസൂലല്ലാഹ്, അബ്ബാസ് എന്നവർ പറയാ, നബിയെ, മാലനാ വലി ഖുറൈശിൻ, എന്താ നമുക്കും ചില ഖുറൈശികൾക്ക്, എന്താണ് ഖുറൈശികളിൽ ചില പ്രമുഖരൊക്കെ ഉണ്ടാവുമല്ലോ. ഖുറൈശി എന്ന് പറഞ്ഞാല് വലിയ പ്രമുഖന്മാരാണല്ലോ. അപ്പൊ അവരിൽപ്പെട്ട ചില ആളുകൾക്ക് ചെറിയൊരു കിബർ. അവർ ചില ആളുകൾ പറയാണ്, എന്താ ചില ഖുറൈശികളിൽപ്പെട്ട ചില ആളുകൾ ഇദാ തലാഖൗ ബൈനഹും, അവർ തമ്മിൽ, അവരുടെ കുടുംബക്കാർ അവർ തമ്മിൽ കണ്ടാൽ തലാഖൗ ബി വുജൂഹിൻ മുബ്ശിറ, അല്ലെങ്കിൽ നല്ല പ്രസന്നമായ മുഖത്തോടുകൂടി സന്തോഷത്തോടുകൂടെ അവരങ്ങോട്ടും ഇങ്ങോട്ടും ഇത് ചെയ്യുന്നു, കണ്ടുമുട്ടുന്നു. വൈദാ ലഖൗന, നമ്മളെ കണ്ടാലോ അപ്പൊ അവർ ആ ഒരു സന്തോഷം മുഖത്ത് പ്രകടമാക്കില്ല. നമ്മളെ കണ്ട അവരെ മുഖം മുഖം ചുളിച്ചുകൊണ്ട് കാണാം. അവര് തമ്മിൽ കാണുമ്പോഴോ വലിയ സന്തോഷത്തിൽ. ഇതിങ്ങോട്ട് പറഞ്ഞപ്പോ ഫഗദിബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇതങ്ങോട്ട് കേട്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ ശക്തമായി കോപിച്ചു. ഹത്തഹ്മറ വജ്ഹുഹു, റസൂലുള്ളാഹിയുടെ മുഖം അങ്ങോട്ട് ചുവന്നു. കോപം വരുമ്പോ മുഖം അങ്ങോട്ട് ചുവക്കും. സുമ്മക്കാല, പിന്നെ അവിടെ നിന്ന് പറഞ്ഞു, വല്ലദീ നഫ്സി ബിയദിഹി, അല്ലാഹുവാണ് സത്യം, ലാ യദ്ഖുലു ഖൽബ റജുലിൻ, ഒരാളുടെ ഹൃദയത്തിലേക്കും കടക്കുന്നല്ല, ഒരാളുടെ ഹൃദയത്തിലേക്കും കടക്കുകയില്ല. അൽ ഈമാനു, ഈമാൻ എന്ന് പറയുന്നത് കടക്കുക തന്നെയില്ല. ഹത്താ യുഹിബ്ബക്കും ലില്ലാഹി വലി റസൂലിഹി, അല്ലാഹുവിനും അവന്റെ റസൂലിനും വേണ്ടി നിങ്ങളെ അഥവാ റസൂലിന്റെ കുടുംബത്തെ സ്നേഹിക്കുന്നത് വരെ ഖൽബിലേക്ക് ഈമാൻ അങ്ങോട്ട് കടക്കില്ല. കണ്ടില്ലേ, മഹബ്ബത്താണ് ഈമാനിന്റെ അടിത്തറ എന്ന് തുടക്കത്തിൽ പറയാനുണ്ടായ കാരണത. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മാത്രമല്ല, റസൂലുള്ളാഹിയുടെ കുടുംബം, ആ കുടുംബത്തെ സ്നേഹിക്കാത്ത ഒറ്റ ഒരുത്തന്റെ ഹൃദയത്തിലേക്കും ഈമാൻ അങ്ങോട്ട് കടക്കൂല, അത് പുറത്തു നിൽക്കും.
റസൂലുള്ളാഹിയോട് മഹബ്ബത്ത് ഹൃദയത്തിലില്ലാതെ, അല്ലെങ്കിൽ റസൂലുള്ളാന്റെ കുടുംബത്തോട് മഹബ്ബത്ത് ഹൃദയത്തിലില്ലാതെ പുറമെ കോലം കെട്ടുന്നത് കാപട്യമാണ്, ഈമാനല്ല. അത് ഈമാനല്ല. അത് കുപ്പായത്തിന്റെ നിറം കൊണ്ടോ തലകെട്ടിന്റെ വലിപ്പം കൊണ്ടോ ഈമാൻ ഉണ്ടാവൂല. മഹാന്മാരായ റസൂലുള്ളാഹിയുടെ കുടുംബത്തിൽപ്പെട്ടവരെ താറടിക്കുകയും അവരെ ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധരിപ്പിക്കുകയും മോശക്കാരാക്കി പറയുകയോ പ്രസംഗിക്കുകയോ എഴുതുകയോ ഒക്കെ ചെയ്യുന്നത് അവരോട് മഹബ്ബത്തില്ല എന്നതിന്റെ അടയാളമാണ്. അങ്ങനെ മഹബ്ബത്ത് ഇല്ലെങ്കിൽ ഈമാൻ പുറത്ത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് ചെറിയ കളിയല്ല, വിഷയം വലിയ അപകടമാണ്, വലിയ ഗൗരവമുള്ള വിഷയമാണ്. അള്ളാഹുവിന്റെ റസൂൽ വളരെ ഗൗരവത്തോടെയാണ് ഇക്കാര്യം പറഞ്ഞിട്ടുള്ളത്, വളരെ ഗൗരവത്തോടെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിന്റെ തന്നെ മറ്റൊരു റിപ്പോർട്ടുള്ളത് ഇമാം അഹ്മദ് റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്തത്, അവിടുത്തെ റസൂലുള്ളാഹിയുടെ കണ്ണിന്റെ ഇടയിൽ ഒരു ഞരമ്പുണ്ട്, അത് കോപം വരുമ്പോൾ മാത്രമാണ് അതിങ്ങനെ പ്രകടമാവുള്ളൂ. അതിങ്ങോട്ട് ഇങ്ങനെ തിളങ്ങി നിന്നു, അതിങ്ങോട്ട് പ്രകടമായി നിന്നു. എന്നിട്ട് പറഞ്ഞു, വല്ലാഹി ലാ യദ്ഖുലു ഖൽബ ഇംറിഇൻ ഈമാനുൻ ഹത്താ യുഹിബ്ബകും ലില്ലാഹി അസ്സ വജല്ല വലി ഖറാബതി. അള്ളാഹുവിനും എന്റെ കുടുംബമാണെന്ന പേരിലും എനിക്ക് വേണ്ടി എന്റെ കുടുംബമെന്ന കാരണത്താൽ നിങ്ങളെ സ്നേഹിക്കാത്ത ഒരൊറ്റ ഒരു തന്റെ ഹൃദയത്തിലേക്കും ഈമാൻ അങ്ങോട്ട് കടക്കൂല, അങ്ങോട്ട് ഈമാൻ കടക്കൂല, ഈമാൻ പുറത്താണ്. ഇതുകൊണ്ടാണ് റസൂലുള്ളാഹിയുടെ കുടുംബത്തെ സ്നേഹിക്കണമെന്ന് പറഞ്ഞത്, കുടുംബത്തെ സ്നേഹിക്കണമെന്ന് പറഞ്ഞത്. ഇത് ഇത്തരത്തിലുള്ള പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. റസൂലുള്ളാഹിന്റെ കുടുംബത്തെയും അവിടുത്തെ കുടുംബം എന്ന് പറഞ്ഞ സ്ഥലത്ത്, ചില സ്ഥലത്ത് നമ്മളിപ്പോ പറഞ്ഞതുപോലെ അവിടുത്തെ സക്കാത്ത് കൊടുക്കൽ ഹറാമായ ആളുകൾ ചിലപ്പോൾ അഹ്ലുബൈത്ത് എന്ന് ഉപയോഗിക്കുന്നത് ആരെ സംബന്ധിച്ച് റസൂലുള്ളാഹിന്റെ ഭാര്യമാരെ കൂടി ഉൾപ്പെടുത്തിയിട്ട് ചിലപ്പോൾ എന്താക്കും, ഉപയോഗിക്കും. അതും ചിലപ്പോൾ ഇതിൽ പെടുന്നതാണ്. അതും ബഹീഖ് ഇമാമു തന്നെ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഫഅലൈന എന്നിട്ട് പറയാ, നമുക്ക് നിർബന്ധമാണ് മിൻ ഹിഫ്ളി ഹുഖൂഖിഹിന്ന, റസൂലുള്ളാഹിന്റെ ഭാര്യമാരുടെ ഹക്കുകൾ നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്. അവർക്ക് വേണ്ടി ദുആ ചെയ്യുകയും ഇസ്തിഗ്ഫാർ ചെയ്യുകയും വദിക്രി മദാഇഹിന്ന, റസൂലുള്ളാഹിന്റെ ഭാര്യമാരുടെ മദ്ഹുകൾ പറയണം. വഹുസ്നി സനാഇ അലൈഹിന്ന, അവരുടെ നല്ല പ്രകീർത്തനങ്ങൾ പറയുകയും ചെയ്യൽ നമുക്ക് നിർബന്ധമാണ്. കാരണം ലിമക്കാനിഹിന്ന മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിയോടുള്ള അവരുടെ ബന്ധം കാരണം തന്നെ, അതൊക്കെ റസൂലുള്ളാഹിക്ക് വേണ്ടിയാണ്. വസിയാദതി ഫളിഹിന്ന അലാ ഗൈരിഹിന്ന മിൻ നിസാഇ ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിലെ മറ്റ് പെണ്ണുങ്ങൾ സ്ത്രീകളെക്കാളൊക്കെ റസൂലുള്ളാഹിന്റെ ഭാര്യമാർക്ക് വലിയ സ്നേഹ ബഹുമാന ആദരവുകൾ ഉണ്ടെന്ന് മനസ്സിലാക്കുകയും അത് പറയുകയും ചെയ്യുക. അതിന്റെയൊക്കെ കാരണം എന്താ? റസൂലുള്ളാഹിന്റെ ഭാര്യമാരാണ്, റസൂലുള്ളാഹിയുമായിട്ടുള്ള അവരുടെ ബന്ധം തന്നെ അതിന്റെ കാരണം. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട സഹാബത്ത്, സഹാബത്തിനെ സ്നേഹിക്കണം, അതും ഈമാനാണ്. ഫഹുബ്ബുഹും, അവരെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഫളായിലഹും, അവരുടെ ശ്രേഷ്ഠതകളൊക്കെ വിശ്വസിക്കണം, അവരൊക്കെ വലിയ ശ്രേഷ്ഠതയുള്ളവരാണെന്ന് വിശ്വസിക്കണം. വയഅ്തരിഫ ലഹും ബിഹാ, അവർ ശ്രേഷ്ഠതയുള്ളവരും ഫളുലുള്ളവരാണെന്ന് സമ്മതിക്കും വേണം. അവിടെ കിബിർ കാട്ടരുത്. മഹാന്മാരായ സ്വഹാബത്ത് വലിയ ശ്രേഷ്ഠത ഉള്ളവരും അതൊക്കെ അള്ളാഹു അവർക്ക് നൽകിയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുകയും അത് അംഗീകരിക്കുകയും വേണം, അത് അംഗീകരിക്കുകയും വേണം. വയൻഷുറ മഹാസിനഹും, അവരുടെ നല്ല നല്ല വിശേഷണങ്ങളൊക്കെ ജനങ്ങൾക്ക് ലോകത്തിന്റെ ഇടയിൽ വ്യാപകമായി പ്രചാരണം നടത്തണം, ആളുകളുടെ ഇടയിലേക്ക് എത്തിക്കണം. അതൊക്കെ വയദുഅ ബിഖൈരിലഹും, അവർക്കൊക്കെ ഖൈറിന് വേണ്ടി ദുആ ചെയ്യണം. വയഖ്തദിയ ബിമാ ജാ ഫി അബ്വാബിദ് ദീനി അൻഹും, അവരിൽ നിന്ന് ദീനായി വന്നിട്ടുള്ളതൊക്കെ അംഗീകരിക്കണം, അവരെ പിന്തുടരണം. സഹാബത്തിന്റെ അഭിപ്രായങ്ങളെ വലിച്ചെറിയുന്ന സ്വഭാവം, സഹാബത്തിന്റെ അഭിപ്രായങ്ങളെ വലിച്ചെറിയുന്ന സ്വഭാവം അത് ദീനല്ല, അത് ഈമാനല്ല. അവരെ എന്ത് ചെയ്യണം? ഇഖ്തിദാ ചെയ്യണം, പിന്തുടരണം. വലാ യത്തബിഅ സല്ലാത്തിഹിം വഹഫവാത്തിഹിം, സഹാബത്തിന്റെ ഇടയിൽ പലപ്പോഴും അഭിപ്രായ വ്യത്യാസങ്ങളും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ അങ്ങനെ പ്രസംഗിക്കുക, അതൊക്കെ എഴുതുക, എന്നിട്ട് സഹാബത്തിനോട് ജനങ്ങളുടെ ഇടയിലുള്ള ബഹുമാന ആദരവുകൾ അംഗീകാരം എടുത്തു കളയാൻ ശ്രമിക്കുക. അത് ചെയ്യാൻ പാടില്ല, അത് ഈമാനിനെതിരാണ്. അങ്ങനെ തുടങ്ങി ആവശ്യമില്ലാത്തത് പറയാൻ പാടില്ല. അങ്ങനെ തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് റസൂലുള്ളാഹിയെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അവിടുത്തെ കുടുംബത്തെയും അവിടുത്തെ മാതാപിതാക്കളെയും അവിടുത്തെ ഭാര്യമാരെയും സ്വഹാബത്തിനെയും തുടങ്ങി റസൂലുള്ളാഹിയുമായി ബന്ധപ്പെട്ടവരെയൊക്കെ സ്നേഹിക്കുക എന്ന് പറഞ്ഞ് അവരൊക്കെ ബഹുമാനിക്കുകയും അംഗീകരിക്കുകയും പിന്തുടരുകയും അവരുടെ മഹത്വങ്ങൾ അംഗീകരിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് ഇതിന്റെ അർത്ഥം. റസൂലുള്ളാഹിയെ സ്നേഹിക്കുക, അതൊക്കെ റസൂലുള്ളാഹിന്റെ മദ്ഹിൽപ്പെട്ടതാണ്, അതൊക്കെ റസൂലുള്ളാഹിന്റെ മദ്ഹാണ് എന്ന് പറഞ്ഞാൽ, അതൊക്കെ റസൂലുള്ളാഹിന്റെ മദ്ഹാണെന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം എന്താ?
അവരെ ആരെയെങ്കിലും താഴ്ത്തിക്കെട്ടുന്നത്, അവരെ ആരെയെങ്കിലും മോശമാക്കുന്നത് റസൂലുള്ളാഹിനെ മോശം പറയാണ്. അവരെ മദ്ഹ് പറയൽ റസൂലുള്ളാഹിനെ മദ്ഹാണെങ്കിൽ അവരെ മോശം പറയൽ റസൂലുള്ളാഹിയെ മോശം പറയലാണ്, റസൂലുള്ളാഹിയെ ബുദ്ധിമുട്ടിക്കലാണ്. അത് റസൂലുള്ളാഹി ഇഷ്ടപ്പെടുന്നില്ല, ഒരിക്കലും റസൂലുള്ളാഹി ഇഷ്ടപ്പെടുന്നില്ല. ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു തന്നെ റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ കാണാം, അബ്ദുല്ലാഹി ഇബ്നു മുഅഫ്ഫൽ റളിയല്ലാഹു അൻഹു പറയാണ്, ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു ഫി അസ്ഹാബി, അല്ലാഹുവിനെ സൂക്ഷിക്കണേ എന്റെ സഹാബത്തിന്റെ കാര്യത്തിൽ. ശേഷം വരുന്നവരോടല്ലേ പറയുന്നത്, റസൂലുള്ളാഹി പറയാ അവിടുത്തെ സ്വഹാബത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ. നിങ്ങൾ തോന്നുവാസം, നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോന്ന് തോന്നുമ്പോ എടുത്ത് തോന്നിയതൊക്കെ ആരോപിക്കാനും കല്ലുവാരി എറിയാനും ചെളിവാരി എറിയാനുമുള്ള വസ്തുക്കളാക്കി മാറ്റരുത് എന്റെ സ്വഹാബത്തിനെ. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോന്ന് തോന്നാം, അപ്പൊ അവരൊക്കെ സ്വഹാബത്തിനെ സംബന്ധിച്ച് പറയാ, കണ്ടവർക്കൊക്കെ ചെളിവാരി എറിയാനുള്ള വസ്തുക്കളാക്കി മാറ്റരുത് എന്റെ സഹാബത്തിനെ. ഫമൻ അഹബ്ബഹും, ആ സഹാബത്തിനെ ആരെങ്കിലും സ്നേഹിച്ചാൽ ഫബിഹുബ്ബി അഹബ്ബഹും, എന്നോടുള്ള മഹബ്ബത്ത് കൊണ്ടാണ് അവൻ സ്നേഹിക്കുന്നത്. റസൂലുള്ളാഹിന്റെ സഹാബിമാരാണെന്നുള്ളതിന്റെ പേരിലാണല്ലോ സ്നേഹം. അതേപോലെ അവൻ അബ്ഗളഹും, എന്റെ സഹാബത്തിന് ആരെങ്കിലും ദേഷ്യം വെച്ചാലോ അവരോടാരെങ്കിലും ഇഷ്ടക്കേട് കാണിച്ചാലോ ഫബിബുഗ്ളി അബ്ഗളഹും, സഹാബത്തിനെ ദേഷ്യം വെക്കുന്നത് അല്ലാഹുവിന്റെ റസൂലിനോട് ദേഷ്യം വെക്കലാണ്, അല്ലാഹു കാക്കട്ടെ. വമൻ ആദാഹും, എന്റെ സഹാബത്തിന് ആരെങ്കിലും ബുദ്ധിമുട്ടിച്ചാൽ ഫഖദ് ആദാനി, എന്നെയാണ് അവൻ ബുദ്ധിമുട്ടിക്കുന്നത്. വമൻ ആദാനി, എന്നെ ബുദ്ധിമുട്ടിച്ചാലോ ഫഖദ് ആദല്ലാഹ്, അവൻ അല്ലാഹുവിനെ ബുദ്ധിമുട്ടിക്കുന്നവനാണ്. വമൻ ആദല്ലാഹ്, അല്ലാഹുവിനെ ആരെങ്കിലും ബുദ്ധിമുട്ടിച്ചാൽ, അല്ലാഹുവിനെ സംബന്ധിച്ച് അരുതാത്തത് പറഞ്ഞാൽ യൂഷികു അൻ യഖുദഹു, അല്ലാഹു അവനൊരു പിടുത്തങ്ങോട്ട് പിടിക്കും. അല്ലാഹു ഒരു പിടുത്തങ്ങോട്ട് പിടിക്കും. അല്ലാഹു പിടിച്ചാൽ ഇന്ന അഖ്ദ റബ്ബിക അലീമുൻ ഷദീദ് അല്ലേ, അല്ലാഹുവിന്റെ റബ്ബ് അഖ്ദ് ചെയ്തു കഴിഞ്ഞാൽ, വളരെ അല്ലാഹു സൂക്ഷിച്ചു കഴിഞ്ഞാൽ അത് വളരെ വേദനയുള്ളതാണ്, വളരെ ശക്തവുമായിരിക്കും. അതിൽ നിന്ന് പിന്നെ രക്ഷപ്പെടൽ എളുപ്പമാവില്ല. അല്ലാഹു കാത്തു രക്ഷിക്കുമാറാവട്ടെ. അപ്പൊ ചുരുക്കത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും അവരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആരെയും എന്തിനേയും ബഹുമാന ആദരവോടുകൂടെ കാണലും അതിന്റെ ഒക്കെ മഹത്വങ്ങൾ മനസ്സിലാക്കലൊക്കെയും റസൂലുള്ളാഹിയുടെ മഹത്വം മനസ്സിലാക്കലാണ്. അവരുമായി ബന്ധപ്പെട്ട് ആരെ എന്ത് പറയുന്നതും എങ്ങനെ മോശമാക്കുന്നതും ഒക്കെയും അല്ലാഹുവിന്റെ റസൂലിനെ മോശമാക്കലാണ്. അല്ലാഹു എന്താണ് പറഞ്ഞത്? ഇന്നല്ലദീന യുദൂനല്ലാഹ വറസൂലഹു, അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും ആരെങ്കിലും ബുദ്ധിമുട്ടിച്ചാൽ, അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും ആരെങ്കിലും ഈദാ ചെയ്താൽ, ബുദ്ധിമുട്ടിച്ചാൽ, ലഅന, അത്തരക്കാരായ ആളുകൾ ലഅനഹുമുല്ലാഹ്, അല്ലാഹു അവരെ ലഅനത്ത് ചെയ്തിരിക്കുന്നു. അല്ലാഹു കാക്കട്ടെ. അല്ലാഹു അവരെ ലാനത്ത് ചെയ്തിരിക്കുന്നു. ഫി ദുനിയാ വൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു അവരെ ലാനത്ത് ചെയ്തിരിക്കുന്നു. ദുനിയാവിലും അവർ ശപിക്കപ്പെട്ടവരാണ്, ആഖിറത്തിലും അവർ ശപിക്കപ്പെട്ടവരാണ്. ഇത് വല്ലാത്തൊരു വാക്കാണ്. ഇത് പരിശുദ്ധ ഖുർആനാണ്. വളരെ സൂക്ഷിക്കണം. അള്ളാഹിന്റെ റസൂലിനെ ബുദ്ധിമുട്ടിക്കാന്ന് റസൂലുള്ളാഹിയെ സംബന്ധിച്ച് പറയണ്ട. റസൂലുള്ളാഹിന്റെ മാതാപിതാക്കളെ താഴ്ത്തിക്കെട്ടിയാൽ, റസൂലുള്ളാഹിന്റെ മാതാപിതാക്കളെ സംബന്ധിച്ച് റസൂലുള്ള ഇഷ്ടപ്പെടാത്തത് പറഞ്ഞാൽ, അരുതാത്തത് പറഞ്ഞാൽ, എത്രത്തോളം വെച്ചാൽ ഒരിക്കൽ ചില ആളുകൾ പറഞ്ഞു, റസൂലുള്ളാഹിയെ സംബന്ധിച്ച് ഒരു ഉപമ പറഞ്ഞു, ഒരു പഴഞ്ചൊല്ല് പറഞ്ഞു. റസൂലുള്ളാഹിന്റെ മസല് ഉപമ പറഞ്ഞാൽ അത് കനഖ്ലത്തിൻ ഫീ കബുവത്തിൻ, അതായത് ഈ ചവറുകളൊക്കെ കൊണ്ടുപോയി എറിയുന്ന സ്ഥലമുണ്ടല്ലോ, അടിച്ചുവാരി ചവറുകളൊക്കെ കൊണ്ടുപോയി എറിഞ്ഞാൽ അതിൽ വല്ല ഈത്തപ്പനക്കൂരൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? അത് മുളക്കും. അല്ലെങ്കിൽ അതുപോലുള്ള വല്ലതുണ്ടെങ്കിൽ അത് മുളക്കും. അത് മുളക്കുമല്ലോ. അങ്ങനെ മുളച്ചു വന്നാലോ, മുളച്ച സ്ഥലം മോശമാണെങ്കിലും ആ സാധനം എന്താണ്? ഈത്തപ്പനല്ലേ. അതുമാ ഈത്തപ്പഴം ഉണ്ടായാലും നല്ല ഫലമുള്ളതാണല്ലോ, നല്ല മധുരം ഉണ്ടാവുമല്ലോ അതിന്. എന്ന് വെച്ചാൽ ഇതുപോലെയാണ് റസൂലുള്ളാഹിയുടെ ഉപമ ചില ആളുകൾ പറഞ്ഞത്. എന്ന് വെച്ചാൽ എന്താ അതിന്റെ അർത്ഥം? റസൂലുള്ള അത് നല്ലതൊക്കെ തന്നെ, റസൂലുള്ളാഹി അംഗീകരിക്കും, റസൂലുള്ള മഹാൻ തന്നെയാണ്, നല്ലത് തന്നെയാണ്. പിന്നെന്താ പ്രശ്നം? പക്ഷെ അതെന്ന് വെച്ചാൽ റസൂലുള്ളാഹിയെ മുളപ്പിച്ച ആ തറവാട്, റസൂലുള്ളാഹിക്ക് ജന്മം നൽകിയ ആ തറവാട്, ആ മാതാപിതാക്കൾ, ആ കുടുംബം ഉണ്ടല്ലോ, അതത്ര ഉഷാറൊന്നുമില്ല, അത് മോശാണ് എന്ന് ധ്വനിപ്പിക്കുന്ന തരത്തിൽ ഒരു പഴഞ്ചൊല്ല് ചില ആളുകൾ പറഞ്ഞപ്പോ ഈ വിവരം റസൂലുള്ളാഹി അങ്ങോട്ട് അറിഞ്ഞു. റസൂലുള്ളാഹി വളരെ ശക്തമായി കോപിച്ചു. നേരത്തെ പറഞ്ഞതുപോലെ വളരെ ശക്തമായി കോപിച്ചു. ആളുകളെ ഒരുമിച്ച് കൂട്ടാൻ വേണ്ടി പറഞ്ഞു. റസൂലുള്ള നിന്നിട്ട് അങ്ങോട്ട് ചോദിച്ചു, മൻ അന, ഞാൻ ആരാ നിങ്ങൾ മനസ്സിലാക്കിയത്? ആരാ ഇത് പറഞ്ഞതെന്നറിയില്ല, ചിലപ്പോൾ വല്ല മുനാഫിഖീങ്ങൾ പറഞ്ഞതായിരിക്കാം.
ആരാ ഇത് ഞാൻ ആരാണെന്നാ നിങ്ങൾ മനസ്സിലാക്കിയത്? സഹാബത്തിന് വിവരം എന്താ, വിഷയം എന്താ അറിയില്ലല്ലോ. അവര് പറഞ്ഞു അന്ത റസൂലുള്ളാഹി, അങ്ങ് അല്ലാഹുവിന്റെ റസൂൽ, അങ്ങ് അല്ലാഹുവിന്റെ റസൂലല്ലേ, റസൂലാണെന്ന് പറഞ്ഞു. അപ്പൊ റസൂലുള്ളാഹി പറയാൻ ഇൻസിബൂനി, ഞാൻ റസൂലാണോ അല്ലേ എന്നല്ല ചോദിച്ചത്, എന്റെ തറവാട് പറയൂ, എന്റെ നസബ് പറയൂ, ഞാൻ ആരുടെ മകൻ ആരാണെന്ന് പറയൂ. അപ്പൊ സഹാബത്ത് പറഞ്ഞു അന്ത മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹി ബിൻ അബ്ദുൽ മുത്തലിബ്, അബ്ദുൽ മുത്തലിബ് എന്നവരുടെ മകനായ അബ്ദുള്ള എന്നവരുടെ മകനായ മുഹമ്മദ് എന്നവരല്ലേ. റസൂലുള്ളാഹിയുടെ തറവാട് അങ്ങോട്ട് എടുത്തു പറഞ്ഞപ്പോൾ അപ്പൊ റസൂലുള്ളാഹി ചോദിക്കാൻ ഫമാ ബാലു അഖ്വാമിൻ, എന്താ ചില ആളുകൾ മനസ്സിലാക്കിയത്, എന്താ ചില ആളുകൾ മനസ്സിലാക്കിയത്? യുൻസിലൂന നസബി, എന്റെ തറവാടിനെ താഴ്ത്തിക്കെട്ടുകയോ എന്റെ മാതാപിതാക്കളെ മോശപ്പെടുത്തുകയോ. എന്നിട്ട് റസൂലുള്ളാഹി വിശദീകരിച്ചു, അല്ലാഹുവാണ് സത്യം, ജനങ്ങൾ എന്നൊക്കെ എപ്പോഴൊക്കെ ഒരൊറ്റ കുടുംബത്തിൽ വരുന്ന മക്കൾ രണ്ട് ശാഖയായി പിരിഞ്ഞാൽ, ഒരു പിതാവിലൂടെ വരുന്ന കുടുംബം അയാൾക്ക് രണ്ട് മക്കളുണ്ടെങ്കിൽ ആ ഒരു കുടുംബം, ആ ഒരു ശാഖ രണ്ടായി പിരിയും. പിന്നെ ആ മക്കൾക്ക് ഒന്നോ അതിലധികമോ മക്കൾ ഉണ്ടാകുമ്പോൾ വീണ്ടും ശാഖയായി പിരിയും. ഇങ്ങനെ മനുഷ്യൻ എപ്പോഴൊക്കെ ശാഖകളായി പിരിഞ്ഞു പോയിട്ടുണ്ടോ, ഇല്ലാ ജഅലനില്ലാഹു ഫീ ഖൈരിഹിമ, ഏറ്റവും ഉത്തമരായ നല്ലവരായ ഖൈറായ ആളുകളിലാണ് ഞാൻ കടന്നു വന്നത്. അക്കാര്യം മനസ്സിലാക്കണമെന്ന് റസൂലുള്ളാഹി പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബത്തെ സംബന്ധിച്ചോ അവിടുത്തെ തറവാടിനെ സംബന്ധിച്ചോ സ്വഹാബത്തിനെ സംബന്ധിച്ചോ എന്തെങ്കിലും റസൂലുള്ളാഹി ഇഷ്ടപ്പെടാത്തത് പറഞ്ഞാൽ റസൂലുള്ളാഹിയെ ഈദാഹ് ചെയ്യലാണ്, ബുദ്ധിമുട്ടിക്കലാണ്. റസൂലുള്ളാഹിനെയും അള്ളാഹുവിനെയും ഈദാഹ് ചെയ്യുന്ന ആളുകൾ ലഅനഹുമുല്ലാഹ്, അള്ളാഹു അവരെ ലാഅനത്ത് ചെയ്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അള്ളാഹ് അവരെ ലാഅനത്ത് ചെയ്തു കഴിഞ്ഞു. എവിടെ? ദുനിയാവിലും ആഖിറത്തിലും ലാഅനത്ത് ചെയ്തു, ദുനിയാവിലും ആഖിറത്തിലും ലാഅനത്ത് ചെയ്തു. അള്ളാഹു അവരെ ഇരു വീട്ടിലും ഖൈറിലാക്കാതിരിക്കട്ടെ എന്നൊരു ദുആ ഉണ്ടല്ലോ, അള്ളാഹു കാക്കട്ടെ. ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദിന്റെ ദുആ ഉണ്ടല്ലോ, അള്ളാഹു അവരെ ഇരു വീട്ടിലും ഖൈറിലാക്കാതിരിക്കട്ടെ. അതൊരു വല്ലാത്തൊരു ദുആണ് അല്ലേ? അള്ളാഹു ഹിദായത്ത് നൽകട്ടെ, അള്ളാഹു നമ്മെല്ലാവരും കാത്തുരക്ഷിക്കട്ടെ. ഉമ്മത്ത് നന്നാവണം, എല്ലാവരും നന്നാവണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ആരും ലാനത്ത് ചെയ്യപ്പെട്ടവരായി നശിച്ചു പോകണം നമ്മൾ ആരും ആഗ്രഹിക്കുന്നില്ല. എല്ലാവർക്കും അല്ലാഹു തആല ഖൈറും ഹിദായത്തും നൽകുമാറാവട്ടെ. ഉമ്മത്ത് നന്നാവണം, ആരും നശിച്ചു പോവരുത്, ആരും റസൂലുള്ളാഹിയെ മോശപ്പെടുത്തുന്നവരായി ആരും ഇവിടെ ഉണ്ടാവരുത്. അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പക്ഷെ പറഞ്ഞ വാക്ക് വളരെ ഗൗരവമാണ്. ഹിദായത്ത് വേണ്ടവർ നല്ലവണ്ണം ആലോചിക്കേണ്ട കാര്യമാണ്. ലഅനഹുമുല്ലാ. എന്താ ലാനത്ത് എന്ന് പറഞ്ഞാൽ? ലാനത്ത് എന്ന് പറഞ്ഞാൽ റഹ്മത്തിന്റെ എതിര്, റഹ്മത്തിന്റെ മാറ്റമാണ് ലാനത്ത്. ഇബ്ലീസിനെ അല്ലാഹു തആല എന്ത് ചെയ്തു? അല്ലാഹു തആല ലാനത്ത് ചെയ്തു. ഇബ്ലീസ് മൽഊനാണ്, അവനക്ക് ഇനി റഹ്മത്തില്ല എന്ന് വെച്ചാൽ അവൻ ഇനി രക്ഷപ്പെടലില്ല. അപ്പൊ ലാനത്ത് എന്ന് പറഞ്ഞാൽ റഹ്മത്തിന്റെ എതിര്. ആ റഹ്മത്ത് ലഭിക്കാതെ ഒരാളും രക്ഷപ്പെടുകയില്ല. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനെ സംബന്ധിച്ച് റസൂലുള്ളാഹിന്റെ മാതാപിതാക്കളെ മുശ്രിക്കുകളാക്കി നരകത്തിൽ കടത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ പ്രസംഗിച്ച് നടക്കുന്ന ആളുകൾ, അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തെ മോശപ്പെടുത്തുന്ന ആളുകൾ, അവരെ ഇകഴ്ത്തി കെട്ടുന്ന ആളുകൾ, പല ആളുകളും പല തരത്തിൽ ചെയ്തില്ലേ? മഹാന്മാരായ തങ്ങന്മാരെ സംബന്ധിച്ച് വളരെ മോശമായി എഴുതിയില്ല, എന്തൊക്കെ എഴുതിയില്ലേ? അവരെ ബുദ്ധിമുട്ടിച്ചില്ലേ? അവരെ സംബന്ധിച്ച് നാവ് കൊണ്ട് പറയാൻ നമുക്ക് കഴിയാത്ത പലരും എഴുതി. അവരുടെ ഫോട്ടോ പോലും വികൃതമാക്കി പ്രസിദ്ധീകരിച്ചു, തലകീഴായി കൊടുത്തു. ഇതൊക്കെ അവരെ ബുദ്ധിമുട്ടിക്കലല്ലേ? ഉറപ്പല്ലേ ഇതൊക്കെ അവരെ ബുദ്ധിമുട്ടിക്കലല്ലേ? തീർച്ചയാണ് അവരൊക്കെ തങ്ങന്മാരാണ്, അള്ളാഹുവിന്റെ റസൂലിന്റെ കുടുംബാണെന്ന കാര്യത്തിൽ ഇപ്പം ആർക്കും തർക്കമില്ല. അവരെ ബുദ്ധിമുട്ടിക്കലായിരുന്നോ ഇത്? അതല്ല അവരെ ബഹുമാനിക്കലായിരുന്നോ? ഏതാണെന്ന് അത്തരക്കാരായ ആളുകൾ ചിന്തിക്കുന്നത് നന്ന്. നമ്മൾ കുറ്റപ്പെടുത്തില്ല, ആത്മാർത്ഥമായി മാത്രം പറയുന്നതാണ്, ചിന്തിക്കാൻ വേണ്ടി മാത്രം പറയുന്നതാണ്. ആരെയും കുറ്റപ്പെടുത്തലില്ല നമ്മുടെ പണി. വളരെ ഗൗരവമാണ്, വളരെ ഗൗരവമാണ്. ഇത് റസൂലുള്ളാഹി നമുക്ക് വിഷയം, റസൂലുള്ളാഹിയാണ് നമുക്ക് വിഷയം. റസൂലുള്ളാഹിയേക്കാൾ വലുതല്ല നമുക്കാരും, റസൂലുള്ളാഹിയേക്കാൾ വലുതല്ല നമുക്കാരും. എന്തെങ്കിലും തകരാറ് മനസ്സിൽ ഒളിച്ചിരിക്കുന്നവരല്ലാതെ വീണ്ടും അതിലിങ്ങനെ കടിച്ചു തൂങ്ങി നിൽക്കില്ല. ലാനത്താണ് അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളത്. അതിൽ നിന്ന് തൗബ ചെയ്യലല്ലാതെ, അവരെ കൊണ്ട് പൊരുത്തപ്പെടിച്ച് അതിൽ നിന്ന് തൗബ ചെയ്യലല്ലാതെ വേറെ മാർഗമല്ല. ആ ലാനത്തിൽ തുടരുന്നത് അപകടകരമാണ്. ആ ലാനത്തിൽ തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ മരണമെങ്ങാനും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ആഖിറത്തിൽ രക്ഷ ഉണ്ടാവില്ല. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് മഹാന്മാരായ റസൂലുള്ളാഹിയുടെ
കുടുംബത്തെ സംബന്ധിച്ച്, അവിടുത്തെ മാതാപിതാക്കളെ സംബന്ധിച്ച്, അവരുമായി ബന്ധപ്പെടുന്ന ആരെ സംബന്ധിച്ചും മോശമായി എന്തെങ്കിലും പറയുന്നത് അള്ളാഹുവിന്റെ റസൂലിനെ ബുദ്ധിമുട്ടിക്കലാണ്. അവരെ അള്ളാഹു സുബ്ഹാനഹു വ തആല ലഅനത്ത് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹുകളും അവരുമായി ബന്ധപ്പെട്ടവരുടെ മദ്ഹ് കീർത്തനങ്ങളും മഹത്വങ്ങളും പറയലാണ് യഥാർത്ഥത്തിൽ അവിടത്തോടുള്ള മഹബ്ബത്ത് ഉണ്ടാക്കിയെടുക്കാനുള്ള അടിസ്ഥാനപരമായ മാർഗം. ഈ കാര്യം മഹാന്മാരായ സഹാബത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരുടെ ജീവിത കാലഘട്ടത്തിലും സഹാബത്ത് അവരുടെ കാലഘട്ടത്തിലും റസൂലുള്ളാഹിയുടെ വഫാത്തിന് ശേഷവും ഈ ഉമ്മത്ത് ഇക്കാര്യം വളരെ കൃത്യമായി ഭംഗിയായി നിർവഹിച്ചു പോരുകയും ചെയ്തു. റസൂലുള്ളാഹിയുടെ മഹത്വങ്ങളും മദ്ഹ് കീർത്തനങ്ങളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീര പ്രകൃതിയെ സംബന്ധിച്ച് പോലും വളരെ കൃത്യമായി വിശദമായി നോക്കി പഠിച്ചുകൊണ്ട് സഹാബത്ത് ശേഷമുള്ളവരെ പഠിപ്പിക്കുകയും ചെയ്തു. മഹാന്മാരായ വലിയ വലിയ ഇമാമിയങ്ങൾ, ഇമാം ബുഖാരിയും ഇമാം മുസ്ലിം, ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു തുടങ്ങിയുള്ള വലിയ വലിയ ആളുകളൊക്കെ വളരെ സൂക്ഷ്മതയോടുകൂടി കൃത്യമായി അത് രേഖപ്പെടുത്തുകയും ചെയ്തു. ആരോട് പറഞ്ഞു, ആ പറഞ്ഞയാൾ ആരാണ്, അയാൾ എവിടെ ജനിച്ചു, എക്കാലത്ത് ജനിച്ചു, ആരെക്കൂടെയൊക്കെ പഠിച്ചു, എവിടൊക്കെ ജീവിച്ചു തുടങ്ങി വളരെ കൃത്യമായി സൂക്ഷ്മമായി രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. എന്താണ് ഇതിന്റെയൊക്കെ ആവശ്യം? അക്കൂട്ടത്തിൽ എന്തൊക്കെ പറയുന്നുണ്ട്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുരികങ്ങനെ നീണ്ടു വളഞ്ഞു കിടക്കുന്നതായിരുന്നു. അസജ്ജൽ ഹാജിബൈനി, അസജ്ജൽ ഹവാജിബി എന്ന് കാണുന്ന ചില റിവായത്തുകൾ. റസൂലുള്ളാഹിയുടെ പുരികങ്ങനെ നീണ്ടു വളഞ്ഞ് കണ്ണിന്റെ അറ്റം വരെ നീണ്ടു കിടക്കുന്നതായിരുന്നു. അല്ലേ? രണ്ട് പുരികത്തിന്റെ ഇടയിൽ ഇങ്ങനെ മുടി ചേർന്ന് കിടക്കുന്നുണ്ടായിരുന്നില്ല, അവിടെ ഒഴിവായിരുന്നു. രണ്ട് പുരികം ചേർന്നതല്ല, അതിങ്ങനെ ഒഴിവായി കിടക്കുന്നതാണ്. സഹലുൽ ഖദ്ദൈനി, രണ്ട് കവിള് നല്ല മൃദുലമായ കവിളുകളായിരുന്നു. അതൊന്നും ഏതല്ല, സഹലുൽ ഖദ്ദൈനി തന്നെ തടിച്ചു തുടുത്തു നിൽക്കുന്ന കട്ടിയുള്ള കവിളല്ല, മൃദുലമായ കവിളായിരുന്നു എന്നൊക്കെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് ആ ഒരു വിഷയത്തിൽ ക്ലാസ്സിന് വരാനുണ്ട്. അങ്ങനെ വളരെ കൃത്യമായി മഹാന്മാരായ സഹാബത്ത് നോക്കി പഠിച്ചു. അത് ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു, അനസ് റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ ജാബിർ ഇബ്നു സമുറത്ത് റളിയല്ലാഹു അൻഹു, ബറാഅ റളിയല്ലാഹു അൻഹു, അതുപോലെ ഹിന്ദു ഇബ്നു അബീ ഹാലിത്ത് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു പതിവായിരുന്നു ഇത്. വളരെ ഇഷ്ടപ്പെട്ട ഒരാളായിരുന്നു മൂപ്പർക്ക് ഇങ്ങനെ പറയാൻ. ഇങ്ങനെ തുടങ്ങി റസൂലുള്ളാഹിന്റെ മദ്ഹുകൾ പറയുന്നതിൽ മാത്രം വളരെ ഏറെ സമയം മഹാന്മാരായ സഹാബത്ത് ചെലവ് ചെയ്തു. ബഹുമാനപ്പെട്ട മഹാന്മാരായ പണ്ഡിതന്മാരൊക്കെയും ഇക്കാര്യം വളരെ കൃത്യമായി രേഖപ്പെടുത്തി ഉമ്മത്തിന് കൈമാറി കൊടുക്കുകയും ചെയ്തു. എന്താ അതിന്റെ കാര്യം? എന്താ ഇതിന്റെ ആവശ്യം? വളരെ കൃത്യമായി നമ്മൾ ആലോചിക്കേണ്ടതില്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ത്വാഅത്ത് ചെയ്യാൻ, അനുസരിക്കാനേ ഖുർആൻ പറഞ്ഞിട്ടുള്ളൂ. മദ്ഹ് പറയാൻ ഖുർആൻ പറഞ്ഞിട്ടില്ല. ഒരു വായാടി പ്രസംഗിക്കുകയാണ്, മദ്ഹ് പറയാൻ ഖുർആൻ പറഞ്ഞിട്ടില്ല. പിന്നെ അനുസരിക്കാനേ ത്വാഅത്ത് ചെയ്യാനേ പറഞ്ഞിട്ടുള്ളൂ. ഒരുത്തൻ പറയാണ്, എന്താ ഇവന്റെ സ്ഥിതി, എന്താ ഇവരുടെ അവസ്ഥ? അമ്മാ ബിനിഅമത്തി റബ്ബിക ഫഹദ്ദിസ്, നബിയോടല്ലേ അള്ളാഹ് പറഞ്ഞത്? ഇവൻ വായിച്ച ഖുർആൻ ഏതാ? ഇവനിങ്ങനെ ദീന് ആയത്തിൽ വായിക്കുന്ന ആൾക്കാരാണ് ഇവര്, പഠിക്കാന്ന് ഇവർ പറയില്ല, കാരണം അങ്ങനെ ഏർപ്പാടില്ലല്ലോ. ഇവർക്ക് ആകെയുള്ള പണി എന്താണ്? വായിക്കലാണ്. ആഴത്തിൽ ദീന് വായിക്കാത്ത ആൾക്കാർ എന്ന് ഒരു ഗ്രൂപ്പ് മറ്റേ ഗ്രൂപ്പിനെ കുറ്റപ്പെടുത്തുകയാണ്, ഒരു ഗ്രൂപ്പുകാർ മറ്റേ ഗ്രൂപ്പിനെ കുറ്റപ്പെടുത്തുന്ന ആഴത്തിൽ ദീന് വായിക്കാത്ത ആൾക്കാർ. ഇതാണ് ആകെയുള്ള പഠനം. ഇവർ വായിച്ച പരിഭാഷയിൽ അമ്മാ ബിനിഅമത്തി റബ്ബിക ഫഹദ്ദിസിന്റെ പരിഭാഷയില്ലേ? എന്താണ് നിഅമത്ത്? നിഅമത്തിൽ വെച്ച് ഏറ്റവും വലിയ നിഅമത്ത് നുബുവത്താണ്. റസൂലുള്ളാഹിയുമായി ബന്ധപ്പെട്ടുള്ള നിഅമത്തുകളൊക്കെയും റസൂലുള്ളാഹിന്റെ മദ്ഹാണ്. റസൂലുള്ളാഹിന്റെ നുബുവത്തുമായി ബന്ധപ്പെട്ടുള്ളത് പറയാനല്ലേ പറഞ്ഞത്, അതിനല്ലേ മദ്ഹ്. പിന്നെ ഇവർക്കൊക്കെ മദ്ഹ് എന്ന് പറഞ്ഞാൽ ചില ആളുകൾ ഇവരൊക്കെ മനസ്സിലാക്കുന്ന മദ്ഹ് എന്ന് പറഞ്ഞാൽ നല്ല ബാങ്ക് അക്കൗണ്ട് നല്ല കട്ടിലായിരിക്കണം, കണ്ടമാനം പണം ഉണ്ടായിരിക്കണം, സമ്പത്ത് ഉണ്ടായിരിക്കണം, നല്ല വലിയ വണ്ടി, നല്ല സൗകര്യം, വീട്, ദുനിയാവ്, പേര്, പെരുമ, ഇതൊക്കെ ഉണ്ടെങ്കിൽ മദ്ഹായി. ഇതല്ല മദ്ഹ്. ഇത് മദ്ഹ് ചിന്തിച്ച് നടക്കുകയാണ് ഈ കൗമ്. അതല്ല മദ്ഹ്. ദുനിയാവ് അല്ലാഹു തആല ഇഷ്ടപ്പെട്ടവർക്കും അല്ലാത്തവർക്കും ഒക്കെ കൊടുക്കും. ദുനിയാവ് കൊടുത്തു എന്നുള്ളത് കൊണ്ട് അല്ലാഹു തആല ബഹുമാനിച്ചു ആദരിച്ചു എന്നതിന് അർത്ഥമല്ല. ദുനിയാവ് കൊടുക്കുമ്പോൾ ചിലപ്പോൾ അല്ലാഹു തആല ഇഷ്ടപ്പെട്ടുകൊണ്ടാവും, ചിലപ്പോൾ പരീക്ഷണത്തിനാവും കൊടുക്കുന്നത്. അതല്ല മദ്ഹ്. ആത്മീയമായി അല്ലാഹു നൽകുന്ന ഗുണമേന്മകളാണ് യഥാർത്ഥത്തിൽ മദ്ഹ്. അതാണ് മദ്ഹ്, അതാണ് നിഅമത്ത്. ദുനിയാവ് ചിലപ്പോൾ നിഅമത്താവാം, ചിലപ്പോൾ പരീക്ഷണവും ആവാം. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പറയാൻ ഖുർആൻ പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറയുന്നത് വിവരക്കേടിന്റെ ആഴമാണ് അതൊക്കെ അറിയിക്കുന്നത് എന്നൊരു ഉത്തരവാദിത്വ ബോധത്തോടു കൂടെ പറയാണത്രേ. നല്ല കഥല്ലേ? ഏതെങ്കിലും ആവട്ടെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് മഹാന്മാരായ സ്വഹാബത്ത് മുതൽക്കുള്ള ഈ ഉമ്മത്ത് വളരെ വിശദമായി ഇത്തരം കാര്യങ്ങൾ പോലും, നേരത്തെ ഞാൻ എണ്ണി പറഞ്ഞ കാര്യങ്ങൾ പോലും വളരെ കൃത്യമായി പഠിപ്പിക്കുകയാണ്.
രേഖപ്പെടുത്തുകയാണ്. എന്താണ് സഹോദരന്മാരെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുരികം ഏത് തരത്തിലുള്ളതായാലും നബുവത്തിനും ശരീഅത്തിനും വല്ല വ്യത്യാസമുണ്ടോ? ആലോചിക്കേണ്ട ഇക്കാര്യം. റസൂലുള്ളാഹിയുടെ പുരികം ഏത് തരത്തിലുള്ളതായി, അതുകൊണ്ട് ശരീഅത്തിൽ വല്ല മാറ്റം വരുമോ? റസൂലുള്ളാഹിന്റെ നബുവത്തിൽ വല്ല വ്യത്യാസം വരുമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നബുവത്ത് ഏറ്റവും ശക്തവും അതിമഹത്വവുമാണ്. അതിനാവശ്യമായ തരത്തിലുള്ള ശരീര പ്രകൃതി റസൂലുള്ളാഹിക്ക് അല്ലാഹു നൽകിയിട്ടുണ്ട്. അത് ശരിയാണ്, അത് നബുവത്തിന് അനിവാര്യമാണ്. നബുവത്തിന് ചില ആവശ്യമായ ചില ഘടകങ്ങളുണ്ട്, അത് മുന്നേ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിനാവശ്യമായ ശരീര പ്രകൃതി റസൂലുള്ളാഹിക്ക് അല്ലാഹു തആല നൽകിയിട്ടുണ്ട്. അത് ശരിയാണ്. അതേസമയം റസൂലുള്ളാഹിയുടെ പുരികം ഏത് തരത്തിലുള്ളതായാലും ശരീഅത്തിൽ നിയമത്തിന് വ്യത്യാസമൊന്നുമില്ലല്ലോ. പിന്നെ എന്തിനാണ് ഇത്രയും കൃത്യമായി സ്വഹാബത്ത് ഇത് പഠിക്കുകയും അലി റളിയല്ലാഹു അടക്കമുള്ളവരൊക്കെ ഇത് ജനങ്ങളെ പഠിപ്പിക്കുകയും ഇമാം ബുഖാരി പോലെയുള്ള ഉമ്മത്തെ അറിയപ്പെട്ട മഹത്തുക്കളൊക്കെ അത് വളരെ സൂക്ഷ്മതയോടുകൂടെ രേഖപ്പെടുത്തുകയും ചെയ്തത്? എന്താണ് ഇതിന്റെയൊക്കെ കാര്യം? ഇങ്ങനെ എന്തൊക്കെ എത്രയൊക്കെ വളരെ കൃത്യമായ ഒരു ലക്ഷ്യം അതിന്റെ പിന്നിലുണ്ട്. നമ്മുടെ സമയം അതിക്രമിച്ചിട്ടുണ്ട്. ഈ ഒരൊറ്റ കാര്യവും പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെടുന്ന ഒരു ചെറിയ ഒരു പോയിന്റ് പോലും ഈ ഉമ്മത്തിന് നഷ്ടമായി കൂടാ. അതെല്ലാം വളരെ കൃത്യമായി ഇവിടെ രേഖപ്പെട്ടിരിക്കണം. റസൂലുള്ളാഹിന്റെ മഹത്വങ്ങളായി എന്തൊക്കെയുണ്ടോ അതൊക്കെ കൃത്യമായി സമൂഹത്തിന് ലഭിച്ചിരിക്കണം. അങ്ങനെ അതൊക്കെ സമൂഹം രേഖപ്പെടുത്തുകയും പഠിക്കുകയും പഠിപ്പിക്കുകയും വിശദീകരിക്കുകയും അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സർവ്വ മഹത്വങ്ങളും സർവ്വ ഗുണങ്ങളും മേന്മകളും ശ്രേഷ്ഠതകളും എല്ലാം സമൂഹത്തിൽ സജീവമായ സാന്നിധ്യം അതിനൊക്കെ ഉണ്ടായിരിക്കണം. എല്ലാവരും അത് പഠിക്കണം. അതിന് സജീവമായ ചർച്ചയും അതിന് സജീവമായ സാന്നിധ്യവും ഉണ്ടായിരിക്കണം. അങ്ങനെ എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായി റസൂലുള്ളാഹിയെ സംബന്ധിച്ച് വ്യക്തമായ ധാരണയും ബോധവും ഉമ്മത്തിന്റെ മനസ്സിലും ഉമ്മത്തിന്റെ നിത്യജീവിതത്തിലും സാധാരണ അവസ്ഥകളിലും റസൂലുള്ളാഹിയെ സംബന്ധിച്ച് വ്യക്തമായ സംസാരവും എല്ലാ കാര്യങ്ങളും കൃത്യമായി സജീവമായ സാന്നിധ്യം റസൂലുള്ളാഹിയുടെ ഓരോ കാര്യങ്ങൾക്കും ഉണ്ടായിരിക്കണം. അങ്ങനെ റസൂലുള്ളാഹി എന്ന് പറഞ്ഞാൽ ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വ്യക്തമായ കൺമുമ്പിൽ കാണുന്നത് പോലെയുള്ള ഒരു അവസ്ഥ സമൂഹത്തിൽ നിലനിർത്തേണ്ടതുണ്ട്. അങ്ങനെ നിലനിർത്തുമ്പോൾ റസൂലുള്ളാഹിയെ അവർ സ്വാഭാവികമായും സ്നേഹിക്കുകയും അനുസരിക്കുകയും ചെയ്യും. റസൂലുള്ളാഹിയെ പിൻപറ്റാനുള്ള മനസ്സ് അവരിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുകയും ചെയ്യും. അങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചാൽ പിന്നെ ഈ ഉമ്മത്ത് മറ്റ് സമൂഹക്കാരുടെയും മറ്റ് ജനങ്ങളുടെയും വിശ്വാസങ്ങളോ ആചാരങ്ങളോ കർമ്മങ്ങളോ സംസ്കാരങ്ങളോ ചിന്താഗതികളോ കടമെടുക്കുകയില്ല. ഇന്ന് സമൂഹത്തിൽ പലരുടെയും വഴിവിട്ട ജീവിത രീതി സംസ്കാരമായിട്ടും പരിഷ്കാരമായും പകർത്താൻ ശ്രമിക്കുന്നു. എന്താ കാര്യം? റസൂലുള്ളാഹിയെ സംബന്ധിച്ച് കൃത്യമായി മനസ്സിലാക്കുന്നിടത്ത് വീഴ്ച വരുത്തി. അത് ശരിക്കും മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും യോഗ്യൻ പിൻപറ്റാൻ യോഗ്യൻ അല്ലാഹുവിന്റെ റസൂലാണെന്ന് അവർക്ക് ബോധ്യപ്പെടും. അതിവിടെ നിലനിർത്തണം. മറ്റുള്ളവരുടെ സംസ്കാരങ്ങളും വിശ്വാസാചാരങ്ങളും നമ്മിലേക്ക് കടന്നു വരുന്നത് തടയണം. അതിന് കൃത്യമായ ഒരു വൻമതിൽ ഒരു തടസ്സം അതിനുണ്ടാക്കണം. അതുപോലെ റസൂലുള്ളാഹിയെ സംബന്ധിച്ച് വ്യക്തമായ ധാരണയും ചർച്ചയും ഉമ്മത്തിൽ സജീവമായി നിലനിർത്തുകയും വേണം. അതുവഴി റസൂലുള്ളാഹിയുമായുള്ള ബന്ധം സമൂഹത്തിലെ കുട്ടികളിലും പുരുഷന്മാരിലും സ്ത്രീകളിലും വലിയവരിലും ചെറിയവരിലും എല്ലാ വിഭാഗത്തിലും റസൂലുള്ളാഹിയെ സംബന്ധിച്ചുള്ള വ്യക്തമായ ചർച്ചയും ധാരണയും ഒക്കെ കൃത്യമായി നിലനിർത്തൽ ആവശ്യമാണ്. എങ്കിലേ ഇതിവിടെ നിലനിൽക്കുകയുള്ളൂ. അത് ഈ ദീൻ ഇവിടെ യഥാർത്ഥ രൂപത്തിൽ മറ്റുള്ളത് കൂടിക്കലരാതെ മറ്റുള്ളത് ഇവിടെ അതിക്രമിച്ച് കയറാതെ നമ്മുടെ ദീൻ അതിന്റെ യഥാർത്ഥ രൂപത്തിൽ നിലനിൽക്കാൻ റസൂലുള്ളാഹിയെ സംബന്ധിച്ചുള്ള മദ്ഹുകളും മഹത്വങ്ങളും സജീവമായി സമൂഹത്തിൽ നിലനിർത്തൽ ആവശ്യമാണെന്ന തിരിച്ചറിവാണ് അലി റളിയല്ലാഹു അൻഹു പോലെയുള്ള സ്വഹാബത്തിൽ പ്രഗൽഭരായ ആളുകളും മഹാന്മാരായ ഇമാം ബുഖാരി ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹുമ പോലെയുള്ള മഹത്തുക്കളായ ആളുകളൊക്കെ തിരിച്ചറിഞ്ഞതാണ്. ഇത്രയും സജീവമായും കൃത്യമായും അതൊക്കെ ഇവിടെ രേഖപ്പെടുത്തിയതും സമൂഹത്തിന് നിലനിർത്തി കൊടുത്തതും അതൊക്കെ
ഇവിടെ വിശദമായി വിശദീകരിക്കപ്പെടുകയും ചെയ്തതിന്റെ കാരണം എന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കി അവരോടുള്ള മനസ്സിന്റെ ബന്ധം വളരെ ദൃഢമായി ഭംഗിയായി സൂക്ഷിച്ച് മെച്ചപ്പെടുത്തി അവരെ സ്നേഹിച്ചു, അവരെ പിൻപറ്റി യഥാർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരിയായ ഉമ്മത്തിൽ അനുയായികളിൽ ഉൾപ്പെടാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെ സന്താന പരമ്പരകളെ അള്ളാഹുവിന്റെ റസൂലിന്റെ മുഹിബ്ബീങ്ങളിലും ഖാദിമീങ്ങളിലും അള്ളാഹു ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. അവരെ സ്നേഹിക്കുവാനും അവരെ താഴ്ത്തിക്കെട്ടാനും അവരെ തെറ്റിദ്ധരിപ്പിക്കാനും ശ്രമിക്കുന്ന ആരൊക്കെയുണ്ടോ അവരെയെല്ലാം നിലക്ക് നിർത്താനും അള്ളാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. റസൂലുള്ളാഹിയുടെ മഹത്വങ്ങളും ഇസ്സത്തും എന്നും എന്നും അള്ളാഹു ഉന്നതങ്ങളിൽ ഉയരങ്ങളിൽ നിലനിർത്തുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് എല്ലാവരും ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.